ഭർത്താവര ജ്യോതിഷാം ലോകാനാം പ്രളയോദ്ഭവസ്ഥേഷ്ടാനേകധായ ശ്രുതോ വാചർന്ന സിദ്ധാതു നൈകകിരണ ത്രൈലോക്യ ദീപവരവേ. ഇനി ഇതിൽ അടുത്ത 12ാമത്തെ ശ്ലോകത്തില് ഇത് ഓരോ ഗ്രഹങ്ങളെ വാസസ്ഥാനം, നമ്മൾ ഗ്രഹങ്ങളെ പരിചയപ്പെടുന്നു. ഇപ്പൊ നമുക്ക് ഓരോ ഗ്രഹത്തിന്റെ ഹാബിറ്റ്, അതുപോലെ അവരുടെ ആകൃതി, അവരുടെ കാരകത്വം. ഇപ്പോ എഡ്യൂക്കേഷൻ കാരകമായിട്ടുള്ള ഗ്രഹം പോയിട്ട് പാർസൽ സർവീസിൽ ഇരിക്കില്ലാന്നും, അതുപോലെ സയന്റിസ്റ്റ് പോയിട്ട് ഇലക്ട്രിക്കിന്റെ തൂണുമ്പോ കയറില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു നോളജ് ഉണ്ടാവാനായി ശ്ലോകം, അതിന് മേലെ ഇല്ല. അപ്പോ ഈ ഗ്രഹം ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ചാൽ, ഈ ഗ്രഹം ഈ മനുഷ്യന്റെ ഒരു സ്വഭാവം വന്നു പെട്ടാൽ എങ്ങനെ ഉണ്ടാവും, എന്താ പറയേണ്ട ഒരു ഭാവന. അങ്ങനെ നമ്മൾ സാങ്കല്പികമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഗ്രഹങ്ങൾ ഇനി ആകാശത്ത് നക്ഷത്ര രൂപ താഴേക്ക് വന്നിട്ട് ദേവസ്ഥാനം അന്വേഷിക്കൊന്നുമില്ല. ഈ ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളവരുടെ ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുത്താം. അതാ പറയുന്നത്. അപ്പൊ 7 ഗ്രഹങ്ങളെ സ്വഭാവങ്ങളാ പറയുന്നത്, അല്ലെങ്കിൽ 7 ഗ്രഹങ്ങളെ സ്ഥാനങ്ങൾ എന്ന് പറയും. ദേവസ്ഥാനം: ദേവ, അംബു, അഗ്നി, വിഹാര, കോശ, ശയന, ക്ഷിത്യുത്കര, സ്യുഹുക്രമാ. 7 ഗ്രഹങ്ങളായി. ദേവസ്ഥാനങ്ങള് ആരതാ? ദേവസ്ഥാനങ്ങള് ഇപ്പോൾ ഒരാൾ ടൂറിന് പോകുന്നില്ലേ, ഇല്ലേ? ദേവസ്ഥാനങ്ങളിലേക്ക് ടൂർ, അമ്പലങ്ങൾ മാത്രം ടൂർ അടിക്കുന്നവരില്ലേ? അതെ. അപ്പൊ സൂര്യനാണ് എന്റെ കാരകം, തിരിച്ചാൽ മതി. എത്രയോ ഉണ്ട്. അപ്പൊ ദേവസ്ഥാനം ആരുടെ അധീനതയിൽ വരുന്ന ഏരിയയാണ്? സൂര്യന്റെ. പിന്നെ ഇത് വേറെ ചില പ്രശ്നങ്ങളിലൊക്കെ ഉപയോഗം വരും. അങ്ങനെയുള്ള അപ്പൊ ദേവന്റെ ഇതാ നോക്കുന്നത് സൂര്യന്റെ കുറിച്ചാണ്. അതുപോലെ മുമ്പന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജലകാരകനാണ് ചന്ദ്രൻ, അല്ലെ? അപ്പൊ ജലസ്ഥാനം, അതായത് കടല്, നദി, കുളം, കിണറ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആരതാണ്? ജലസ്ഥാനങ്ങളെല്ലാം ആരതാണ്? ചന്ദ്രന്റെ അധീനതയിൽ വരുന്ന. ഈ ലോകത്തിന് പൊട്ട 7ആയിട്ട് തിരിക്കാനാവുള്ളൂ. എന്ന കോമ്പിനേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദേവസ്ഥാനം, അതുപോലെ തന്നെ ജലസ്ഥാനം ആരത്? ദേവ, അംബു. ജലസ്ഥാനം ചന്ദ്രൻ്റെത്. ദേവ, അംബു, അഗ്നി. അഗ്നി പറഞ്ഞാൽ എന്താ? ഈ ഇന്ത്യയിലെ ഈ ലോകത്തുള്ള എല്ലാ എനർജി സോഴ്സസ് ആരതാ? ചൊവ്വേരെ കൺട്രോളിൽ വരുന്നതാണ് അഗ്നി, തേജസ്. അപ്പോ എനർജി സോഴ്സസ്, അതുകൊണ്ടുണ്ടാവുന്ന സംഭവങ്ങൾ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, അതായത് ബഹിരാകാശം, റോക്കറ്റ് കത്തിയാല് മേലോട്ട് പോകുന്നതെല്ലാം നടക്കും. അതുപോലെ നമ്മളെ ടോട്ടൽ മുമ്പേ പറഞ്ഞു ചൊവ്വേന്റെ കാരകത്വം ഭൂമിജൻ, സുബ്രഹ്മണ്യൻ, തീ, അതിൽ എനർജിയാണല്ലോ. അപ്പോ അങ്ങനെയുള്ള കാരകത്വം ആയിരിക്കുന്നുണ്ട്. ദേവസ്ഥാനം സൂര്യന്, ജലസ്ഥാനം ചന്ദ്രന്, അഗ്നിസ്ഥാനം ആയിരിക്കും ചൊവ്വക്ക്. ദേവ, അംബു, അഗ്നി. പിന്നെ ബുധന് പഠിപ്പിന്റെ സ്ഥാനമല്ലേ? അതെ, പഠിപ്പിന്റെ സ്ഥാനം തന്നെയാണ്. വിഹാരം എന്നതിന് പേരൊക്കെ. വിഹാരം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വൃത്തിയിൽ കളിക്കുക, അങ്ങനെ എൻജോയ്, അങ്ങനെ പഠിപ്പിന്റെ കൂട്ടത്തിൽ കളിയുടെ കൂട്ടത്തിൽ പഠിപ്പിക്കണം എന്നാ പറയുന്നത്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്താ പറയുന്നത്? പാട്ടൊക്കെ പാടി പഠിപ്പിക്കണം എന്നാണ് പുതിയ തരത്തിലുള്ള. അപ്പൊ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആത്ര നല്ലത്. അപ്പോ 1, 2, 3 പഠിപ്പിക്കുന്നതിന് പകരം 1 പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, പാട്ട് പാടി നമ്മൾ പറയില്ലേ? അപ്പൊ അത്തരത്തിലുള്ള പാട്ട് പാടി പഠിപ്പിക്കണം. അത് വിഹാരസ്ഥാനം. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എന്താ പറയണ്ട, പാർട്ട് ഓഫ് ലൈഫ്. അപ്പൊ അത്തരത്തിൽ കളിക്കേണ്ടതാണ് അർത്ഥം. അത്തരത്തിലാണ് ഇവിടെ ആചാര്യം ചിത്രീകരിച്ചിട്ടുള്ളത്. ദേവ, അംബു, അഗ്നി, വിഹാര. അടുത്തതാരാ? വ്യാഴത്തിൻ്റെത്, കോശം, ജ്ഞാനം. ഇതൊക്കെ വലിയ കാരകത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ജ്ഞാനത്തിന്റെ കാരകത്വവും സുഖത്തിന്റെ കാരകത്വം ഒക്കെ വ്യാഴത്തിനുണ്ടെങ്കിലും, സ്ഥാനം വരുമ്പോഴേക്കും എന്തായി? കോശം എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷറികളെല്ലാം ആരതാണ്? നമ്മുടെ സബ് ട്രഷറി, ആ മഞ്ഞ നിറത്തിൽ കറുത്ത ബോർഡ് കാണുന്നത് ബാങ്ക്. അത്തരത്തിലുള്ള സകല സ്വർണം, നമ്മൾ സൂക്ഷിക്കുന്ന സകല വസ്തുക്കളും. അപ്പൊ എന്താ പറയുന്നത് വെച്ചാല്, ഇതിന്റെ ഈ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്, മിഹിരാജ് സ്കൂൾ അവരെ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഇത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ജ്ഞാനം വേണം. അത് കണ്ടവന്റെ കൈമ്പിനെ കൊടുത്ത് സൂര്യന്റെ അടുത്ത് കൊണ്ടുവന്നത് പറ്റുണ്ടാവും. അമ്പലത്തിലേക്ക് ഡൊണേഷൻ കൊടുത്തിട്ടും മറ്റേ വെള്ളത്തിൽ കലക്കിയിട്ടും കത്തിച്ചിട്ടൊക്കെ തീർക്കും. വ്യാഴത്തെടുത്ത് വന്നാൽ എന്തായത്? അതവിടെ നിൽക്കും. അതാകണം. അങ്ങനെ കഴിവുള്ളവർക്ക് ആരും കൊടുത്തുകൊടു. ധനം കൈകാര്യം ചെയ്യുന്ന ആളാരായിരിക്കണം? അത്ര ജ്ഞാനമുള്ളവരായിരിക്കണം എന്നാ പറയുന്നത്. ഇല്ലാത്തവർ ധനം കിട്ടിയ എന്ത് സംഭവിക്കും? കുരങ്ങന്റെയും ഒരു കിട്ടിയ മാല പോലെയോ. അതെ, കഷ്ടം. കാദംബരി ശിവദാസോപദേശം, അതില്ല ജ്യോതിഷ സംബന്ധമുള്ളതല്ല. എന്നാലും ഈ എന്താ പറയണ്ട, അനർഹന്റെ ധനം കിട്ടിയാൽ എന്താ സംഭവിക്കുവാനാണ് ഈ കാദംബരി ശിവദാസൻ പറഞ്ഞു കൊടുക്കുന്നത്. ആർക്ക്? ഈ ചന്ദ്രാപീഠൻ പറയുന്നത്. അനഞ്ജനവർത്തി സാധ്യം അപ്രദീപ പ്രഭാവനേയം അധികഹനം തമോ യൗവന പ്രഭവം. അപ്പോ അശിശിരോപചാരഹാര്യോ ദാരുണോ ലക്ഷ്മീവത. അങ്ങനെയാണ്.
അശിശിരോപചാരഹാര്യോ ദർപ്പദാഹ ജ്വരോഷ്മ. അപ്പോ ഈ ലക്ഷ്മി മതം എന്ന് പറയുന്ന സാധനം ആർക്ക് വരും? പലർക്ക് ഇത് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ സമ്പത്തിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത്രയധികം ബുദ്ധി വേണം. അതിനോട് എന്ത് പാടില്ല? താല്പര്യവും പാടില്ല. അതിനോട് എന്ത് പാടില്ല? അത്യാർത്ഥി പാടില്ല. എന്നാൽ അത് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ അത്തരത്തില് എന്താ പറയണ്ട ഒരു സമമായിട്ടുള്ള ഭാവന അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആയിരിക്കും എന്താവുള്ളൂ സമ്പത്തിനെ കൈകാര്യം ആവുള്ളൂ. സമ്പത്തിന്റെ ഉത്തരവാദിത്തം ആയിരിക്കും കുളിപ്പിച്ച ബുധനോ ചൊവ്വക്കോ സൂര്യനൊന്നും കൊടുത്തില്ല. ആർക്കാ കൊടുത്ത? സ്റ്റേജസിന്റെ കാരകമാണ്, അതായത് എനർജിയുടെ സോഴ്സിന്റെ ആളെന്നെ അത് ചൊവ്വ കൊടുക്കുന്നില്ല. ആർക്കാ കൊടുക്കുന്നത്? അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളൊറ്റ ആളേയില്ല, വ്യാഴയുള്ളൂ. അപ്പൊ വ്യാഴത്തിന് എന്ത് ചെയ്തു? കോശം. അപ്പോ പിന്നെ നമ്മൾ സിതസ്ഥമതന, അതിന്റെ ദൈവന്റെ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. ശുക്രൻ എന്താണ്? സുഖത്തിന്റെ കാരകനാണ്. അപ്പൊ എന്താണ്? അത് ഏറ്റവും അധികം നമ്മളെന്താ വരുന്നത്? കാലുകെട്ടി കിടന്നുറങ്ങണം എന്ന് തന്നെ ആണല്ലോ. ശയനസ്ഥാനം, ശയനം തന്നെ റെസ്റ്റ്, അതുപോലെ എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റ്, അങ്ങനെ അത്തരത്തിലുള്ള സ്ഥാനങ്ങളെല്ലാം ആരതാ? ചൊവ്വയുടേതാണ്. ദേവസ്ഥാനം, ജലസ്ഥാനം, ദേവാംബു, അഗ്നിസ്ഥാനം, വിഹാരസ്ഥാനം, കോശസ്ഥാനം, അതുപോലെ തന്നെ ശയനസ്ഥാനം. ശയനം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് മാത്രമല്ല, നമ്മളെ മെന്റൽ റിലീസ് അങ്ങനെ ഹാപ്പി ആയിട്ട് ഒന്നും കൂടുതൽ ആലോചിക്കാണ്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു എന്താ പറയണ്ട ഒരു റിലാക്സ് മൂഡിലാണ് ആരെ ഉദ്ദേശിക്കുന്നത്? ശുക്രൻ ഉദ്ദേശിക്കുന്ന അർത്ഥം. അപ്പോ ക്ഷിത്യുത്കരാസ്യുക്രമ, ക്ഷിത്യുത്കരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൊണ്ടിട്ട് ഒരിക്കലും തകർക്കുന്നില്ലേ? ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്നില്ലേ? അങ്ങനെ നോക്കി ഏറ്റവും അധികം സ്ഥലം അതാണ്ടോ. അതായത് 12 കൊല്ലം 15 കൊല്ലം മുമ്പേ, അതായത് നമ്മളെ തലമുറയായിട്ടുള്ള പിച്ചളപാത്രങ്ങൾ, ഓട്ടുപാത്രം വരെ ഓരോ ഇല്ലങ്ങൾ അട്ടത്തിനട്ടം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അന്വേഷിച്ചാൽ കിട്ടും, മ്യൂസിയക്കാക്കി വെക്കാം. അതല്ല ആരെ സ്ഥാനം? അതൊക്കെ ശനിയുടെ സ്ഥാനമാണ്. അതിന് ക്ഷിത്യുത്കരം എന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഡംപ് ചെയ്ത് വെക്കുന്ന അർത്ഥം. അത് പാത്രങ്ങൾ ഡംപ് ചെയ്യണം, അങ്ങാട് സാധനങ്ങൾ ഡംപ് ചെയ്യണം, ഫ്രിഡ്ജിൽ പലതും ഡംപ് ചെയ്യണം. ഡംപ് ചെയ്യണ്ടേ? ഡംപ് ചെയ്യണമെന്ന് ചെയ്യാനാവുമല്ലോ. നമ്മളെ ഈ 6 അടി നീളമുള്ള നീളമുള്ള ഈ ശരീരത്തിന് ഈ വയറിൽ പോടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓരോ ദിക്കിലും എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് വെക്കണം, ഡംപ് ചെയ്ത് വെക്കണം. അതാണ് ക്ഷിത്യുത്കരാം എന്ന് പേര്. അപ്പോ അതാണ് വലിയ ഭാഗം ഒക്യുപ്പൈ എന്നർത്ഥം. കിടന്നുറങ്ങേണ്ട സ്ഥലം വളരെ കുറച്ചേ വേണ്ടൂ, പൈസ വെക്കാൻ വളരെ കുറച്ച് സ്ഥലം. ഇപ്പൊ അതുകൊണ്ട് മൊബൈൽ തന്നെ ഈ വ്യാഴം എന്ന് പറയുന്നത് മൊബൈലായിട്ട് മാറി, കോശസ്ഥാനം മൊബൈൽ ആയിട്ട് മാറിയിട്ട്. ചൊവ്വയുടെ കൂടി കൂടിയാൽ നിങ്ങൾക്ക് നമ്പർ അടിച്ചു കൊടുത്താൽ മതി, എവിടെ വേണമെങ്കിൽ പോയിക്കോളും. പിന്നെ ബുധൻ ലേശം ഇതായിട്ടുണ്ടെങ്കിൽ എന്തായി? ആർക്കുവേണമെങ്കിൽ അയച്ചു കൊടുക്കാനാവും, അങ്ങനെയാവും. അപ്പൊ എന്തായി? എല്ലാ ഗ്രഹങ്ങളും കൂടി, സൂര്യൻ ഒഴിച്ച എല്ലാ ഗ്രഹങ്ങളും ആരായി? ഇപ്പം ഈ മൊബൈലിനുള്ളില് കോശം വന്നുപോയി. അതൊരു സൗകര്യമായിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമേ സൗകര്യമുള്ളൂ. ഫോറിനിലൊക്കെ പോയി നോക്കി ആടൊന്നും ഇതില്ല. മൊബൈലിൽ കൂടെ കൊടുക്കാനാവില്ല, കാർഡ് എടുത്ത് കൊടുക്കണം. ഇന്ത്യയിൽ നല്ല സുഖം. അപ്പോ ദേവ, അംബു, അഗ്നി, വിഹാര, കോശ, ശയന, ക്ഷിത്യുത്കരാസ്യുക്രമാ. അതായത് നമ്മള് പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, വേസ്റ്റ് വരുന്നുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നുണ്ട്, ആ വേസ്റ്റ് റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു ഭാഗം ആരാ ഒക്യുപ്പൈ ചെയ്യുന്നത്? ശനിയാ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതിന് ക്ഷിതി ഭൂമിയുടെ ഉത്കരങ്ങൾ എന്ന് പറയും. അതായത് ഭൂമിയിൽ നിന്നുണ്ടാവുന്നതും നശിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെല്ലാം ഏർപ്പെടുന്നതാണ് ക്ഷിത്യുത്കരങ്ങൾ. സ്റ്റീൽ ഇൻഡസ്ട്രി ആയാലും, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ആയാലും, കെമിക്കൽ ഇൻഡസ്ട്രി ആയാലും, വെഹിക്കിൾ ഇൻഡസ്ട്രി ആയാലും, IT ആയാലും എല്ലാം എന്താണ്? എല്ലാൊരു തരത്തിലുള്ള ഡംപിങ് തന്നെയാണ് നടക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ട്രെയിൻ ഇതായാലും സർവീസ് ആയാലും അല്ല. ഇപ്പൊ ട്രെയിൻ ഇപ്പോ നമ്മളിപ്പോ ഒരേ ഇല്ലത്ത് 4 ആൾക്ക് എത്ര റൂമുണ്ട്? അതേ സ്ഥാനത്ത് ഒരു കോച്ചിനുള്ള 72 ആളെ എടുക്കുന്നില്ലേ? അതിലെന്താ? ക്ഷിത്യുത്കരം തന്നെ നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പോ അത്തരത്തിൽ അതിനാ ശുക്രനത്ര കൂട്ടി ഒരു ട്രെയിനിന്റെ കോച്ചാന്ന് വിചാരിക്കാം. ശനി കിടപ്പ്, അതിന്റെ ബർത്തിന്റെ ഇതെല്ലാം ശുക്രൻ ആ ബർത്തിന്റെ ക്വാളിറ്റി ആയി അല്ലെ? അതിന് ചെലവിന്റെ പൈസ, അതില് എത്രമാത്രം സൗകര്യങ്ങളുണ്ട് അല്ലെ? അതില് ഏതൊക്കെ തരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്? ചൊവ്വയുള്ളത് അല്ലെ? അതിനുള്ള സൗകര്യങ്ങൾ, ചാർജ് ചെയ്യേണ്ട സൗകര്യം, ലൈറ്റ്, അത് അങ്ങനെയുള്ളതെല്ലാം. അതുപോലെ തന്നെ ബാത്റൂം, എങ്ങനെ അതിലെ ശരീരം അറിയാം. അപ്പൊ ഓരോ എന്തുണ്ട്? നിങ്ങൾക്ക് എല്ലാ ലോകത്തുള്ള സകല കാര്യങ്ങളും എന്തുണ്ട്? ഈ 9-7 ഗ്രഹങ്ങളെ സംബന്ധത്തിൽ ഉൾപ്പെടുത്താൻ അർത്ഥം, ഇല്ലെങ്കിൽ വിഷമിക്കും. ദേവ, അംബു, അഗ്നി, വിഹാര, കോശ, ശയന, ക്ഷിത്യുത്കരാസ്യുക്രമാ. ഇനി ഗ്രഹങ്ങളെ വസ്ത്രാന്ന് വിചാരിക്കാം. ഗ്രഹങ്ങളെ വസ്ത്രം അവർ ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചാല് സ്ഥൂല വസ്ത്രം ആർക്കും ഇഷ്ടം? നല്ല തടിച്ച വസ്ത്രം, നല്ല ജീൻസ് എല്ലാം ഇട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. അത് സൂര്യന്റെ ആണ്. ജീൻസ് കണ്ട കില്ലർ ജീൻസ് ഒന്ന് വാങ്ങി വന്നാൽ അപ്പോൾ അന്ന് സൂര്യനാണ് അവന്റെ ദിവസം. അതെ, അന്ന് സൺഡേ ആണ്. നമ്മളെന്താ ഇത് മേടിച്ചു? വസ്ത്രം സ്ഥൂലം അഭുക്തം. അഭുക്തം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൂടിയായിട്ടുള്ളതാണ്. ഭുക്തം എന്ന് പറഞ്ഞാൽ അത് ഒരു നേരം നനച്ചിട്ടും അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്തിട്ടുള്ള പറയും. അഭുക്തം എന്ന് പറഞ്ഞാൽ അൺബ്ലീച്ച് ആയിട്ടുള്ളതാണ്. കോടി വസ്ത്രത്തിന് ആരതാണ്? ചന്ദ്രന്. വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നിഹതം.
അതായത് കത്തിപ്പോയ വസ്ത്രം എന്നർത്ഥം. അപ്പോ അങ്ങനെ നോക്കിയാല് ഈ കത്തിപ്പോയ വസ്ത്രം ഉപയോഗിക്കുന്നില്ല. കത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അതിന് ഒന്നിക്കലും ഡൈ അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട് വേറെ പല തരത്തിലുള്ള എന്താ പറയുക ടെർലിൻ, അതേപോലെ ടെറി കോട്ടൺ, ഇത്തരത്തിൽ കുറെ മാറ്റം. അതാണ് അഗ്നിഹതം എന്ന് ഉദ്ദേശിക്കുന്നത്. അഗ്നിഹതം നിങ്ങൾ തീപ്പെട്ടി അടിച്ചിട്ട് വസ്ത്രം കത്തിക്കണം എന്നില്ല. അഗ്നിഹതം കഹതം ജലം, അതായത് വെച്ചാൽ ഗ്ലേസി ആയിട്ട് അതാണ്, അത് ജലഹതാണ്. അത് ആ വസ്ത്രം എന്ന് പറയുന്നത് ഇസ്തിരി ഒന്നുണ്ടാ, വാഷ് ആൻഡ് വെയർ എന്നുണ്ട് വർഗം കിട്ടുന്നില്ല. ഇപ്പൊ ചില സാരീസ് ഉണ്ട്, ചില ഷർട്ട്സ് ഒക്കെ ഉണ്ട്. അതെന്താണ്, അത് കഹതം എന്നാണ് പറയുന്നത്. കം എന്നുള്ള ജലം എന്നർത്ഥം. സ്ഥൂലം അഗ്നിഹതം കഹതം മധ്യം സാധാരണ, ഇങ്ങനത്തെ സാധാരണ വസ്ത്രം. അതായത് അഗ്നി വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നിഹതം കഹതം മധ്യം, വ്യാഴത്തിന്റെ മധ്യം. സാധാരണ നമ്മളെ പോലെയുള്ള ലോക്കൽ വെയർ, കാഷ്വൽ വെയർസ് അവരാണ് വ്യാഴം. വലിയ ആർഭാടവും തോന്നൂല, എന്നാൽ അത് ആവശ്യങ്ങൾ നടക്കും. ഇപ്പം നമ്മളല്ല സിമ്പിൾ എന്ന് പറയുന്നത്, പ്ലെയിൻ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്, അത്തരത്തിലുള്ള ഖദർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരാളെ വ്യാഴത്തിന്റെ ചില ഇതാണ്, ഹാബിറ്റാണ്. വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലേ? അങ്ങനെ ഒരാൾക്ക് ഓരോ തരത്തിലുള്ള ചില വാശികളുണ്ട്. വൈറ്റ് ആൻഡ് വൈറ്റ്, പിന്നെ ചില കളറിനോട് ഇത്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിരിക്കും, എന്ന് നല്ല വൃത്തി ഉണ്ടാവും. അത്തരത്തിൽ അതെല്ലാം എന്താണ് വ്യാഴത്തിന്റെ ഇതിൽപ്പെട്ടതാണ്. വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നിഹതം. അഗ്നിഹതം ഞാൻ പറഞ്ഞു, അതെന്താണ്, അത് ഇത്തരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള എന്താണ് വിശേഷങ്ങൾ. എനർജി കൊണ്ട് എന്ത് ഒരു വസ്ത്രത്തിന്റെ ഈ പരുത്തിന്നുള്ള ക്വാളിറ്റിന്ന് വേറെ ക്വാളിറ്റിയിലേക്ക് എനർജി കൊണ്ട് മാറ്റിയതാണെന്ന് പറയുന്നത് അഗ്നിഹതം എന്ന് പറയുന്നത്. കഹതോ തന്നെയാണ്, വാട്ടർ ഗ്ലേസ്, അത്തരത്തിലുള്ള ഗ്ലേസ് ചെയ്ത തരത്തിലുള്ള ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കഹതം എന്ന് പറയുന്നത്. മദ്യം എന്ന് പറയുന്നത് സാധാരണ പഞ്ഞി കൊണ്ടുള്ള ഉണ്ടാക്കിയിട്ട് സാധാരണ വസ്ത്രത്തിലാന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ പറയില്ല മാർക്കറ്റിൽ നമുക്ക്, അതിപ്പോ അടുത്തത് പറയുമ്പോൾ മനസ്സിലാവും. ശുക്രൻ എന്താ, ദൃഢം എന്ന് പറഞ്ഞാൽ എന്താ, 1500 രൂപ, 2000, 3000, 10,000 വരെ ഓരോ ബ്രാൻഡ്, സീറോ എന്ന് പറഞ്ഞിട്ടും മറ്റേ വാൻ ഹുസൈൻ എന്തെല്ലാം കമ്പനികളുടെ ഇറക്കുന്നത്. അപ്പോ അത് ഇങ്ങനെ ഇതിന്റെ വി ഇതൊക്കെ പറഞ്ഞ ഓരോന്ന് പോക്കറ്റ് മേലുണ്ടാവും. ആ കമ്പനിയുടെ ബ്രാൻഡ് ഉണ്ട്, ആ ബ്രാൻഡഡ് ഷർട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മള് അപ്പൊ വ്യാഴാകുമ്പോഴായി വ്യാഴം പറഞ്ഞു, വ്യാഴത്തിന് സമാധാനമുണ്ട്. നീ ബ്രാൻഡഡ് ഷർട്ട് 1500 രൂപയ്ക്ക് ഒന്നും വേണം, നമുക്ക് 200, 250 എത്ര കിട്ടും? അതിനെ കൊണ്ട് എത്ര ഷർട്ട് മേടിക്കാം? 6 ഷർട്ട് മേടിക്കാം, ഇല്ലേ? ഇയാൾ 1500 ഒരു ഷർട്ട് മേടിക്കുന്നത്, നമ്മുടെ റോഡ് സൈഡിൽ 250 6 മേടിക്കും, പോയിക്കോട്ട്. അപ്പൊ അതാണ് വ്യാഴം പറയും. അപ്പൊ സൂര്യൻ പറയുന്നതെന്ന് വെച്ചാല് അതൊന്നും വേണ്ട, നല്ല തടിച്ച ഒരു സാധനം ഒന്ന് ഒട്ടാകിട്ട് അത് നനക്കും വേണ്ട, കുളിക്കും ഒന്നും വേണ്ട, പുതുതായിട്ട് തന്നെ നമ്മൾ ദേഹത്ത് പോകുന്നത് അത് പുതുതായിട്ട് അങ്ങ് നശിക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിന് ദൃഢം എന്ന് പറയും. അപ്പോ അത്തരത്തിൽ പിന്നെ എല്ലാ ഒരുവിധം വെറൈറ്റീസ് ഇത്തരത്തിലുള്ള എന്താ പറയുക, കുറച്ച് വലിയൊരു അധികം ഒന്നും പോകുന്നില്ല, കുറവാകുന്നില്ല. അഗ്നിഹതം കഹതങ്ങളായിട്ട് മിക്സഡ് ആയിട്ടില്ല. പോളിസ്റ്റർ മുണ്ടൊക്കെ ഉപയോഗിക്കുന്നത്, സ്ഥിരം ഉപയോഗിക്കുന്നത്, കോട്ടൺ മാത്രം അങ്ങനെയുള്ള. അപ്പൊ വ്യാഴം മധ്യം, സാധാരണക്കാരെല്ലാവരും വ്യാഴത്താണ് ഏറ്റവും അധികം പോകുന്നത്. വ്യാഴത്തിന്റെ വസ്ത്രത്തിനാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ചെലവുള്ളത്. മറ്റേതെല്ലാം എന്താണ് ഈ പറഞ്ഞ പോലെ നിറം വെച്ചിട്ട് മാർക്കറ്റിംഗ് വെച്ച് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചെലവെല്ലാം നടക്കുന്നത്. വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നിഹതം കഹതം. ഇപ്പൊ കോടി എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് വൈദികം ബാക്കിയുടെ ചില കോടി തന്നെ വേണമെന്നുണ്ട്, ചിലത് കോടി മേടിച്ചിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനത്തെ പല ഇടപാടുണ്ട്. അപ്പൊ അതാണ് കോടി വസ്ത്രം, അൺബ്ലീച്ച് കൊണ്ട് എടുക്കുന്ന സ്ത്രീ എടുക്കുന്നവർ ഇഷ്ടംപോലെ. മധ്യം ദൃഢം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഉറപ്പുള്ളത്. എന്ന് വെച്ചാൽ കാലം ഇന്ന് വാങ്ങിച്ചാല് അത് നശിക്കുന്നത് വരെ എന്താണ് അതിന്റെ ക്വാളിറ്റിയിൽ നിന്ന് വരുന്നില്ല, വ്യത്യാസം വരുന്നില്ല. പുതിയ ഉപായം മേടിച്ച് 2-3 മാസം കഴിയുമ്പോൾ അതിന് നിറം ഇതുപോലൊക്കെ ആവും അത്. അപ്പൊ ഇത് വാങ്ങിച്ച പുതുമയില്ല. പക്ഷെ നിങ്ങൾ വേറെ ചില ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിച്ചാൽ നിങ്ങളത് ഇസ്ത്രി ഇടുന്നതോറും ഭംഗി കൂടിക്കൊണ്ട് വരും. കാലക്രമേണ അതിന് ശക്തിയുണ്ട്. ആ ഫുൾ കൈ ഷർട്ടിൽ ഇട്ട പോലെ ഇരിക്കും. ആ ചില ഷർട്ട് അതിന്റെ ഫിറ്റ്നസ് നമ്മളെ ശരീരത്തിൽ പിടിക്കുന്നതിന് അങ്ങനെ പറയുന്നില്ല. ആരും ഉപയോഗിച്ച് നോക്കിയിരുന്നില്ല. പക്ഷെ ഭക്തജനങ്ങൾ പറയുന്നുണ്ട്, ശുക്രന്റെ ബലമുള്ളവര് പറയുന്നുണ്ട്, ഈ ഷർട്ട് ഇട്ട് അങ്ങനെയാണ് സാർ, ഇങ്ങനെയാണ്, നിങ്ങളത് വാങ്ങണം. 2500 രൂപയെ വിലയുള്ളതാണ്. 2500 രൂപയെ വിലയുള്ളൂ എന്നാ പറയും. ഓഹോ, 2500 നമ്മൾ എത്രയോ ഷർട്ടുകൾ ഇഷ്ടം പോലെ ഒരു 5 കൊല്ലത്തേക്കുള്ള ഡ്രസ്സ് ആയിട്ട് കൊണ്ട് നമ്മൾ മേടിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ ഒരാളുടെ ഇതല്ല, ആഗ്രഹങ്ങളല്ല. ഇപ്പോ 20,000 രൂപ 30,000 രൂപ കൊടുത്ത് കാഞ്ചീപുരം പട്ട് സാരി വാങ്ങി വെക്കുന്നവരല്ലേ, ജീവിതത്തിൽ 1 തവണ 2 തവണ അവർ കുത്തുന്നത് ഒട്ടാകെ. കല്യാണത്തിനൊക്കെ വാങ്ങുന്നില്ല. ശുക്രന്റെ വിലയുള്ളത് ഏറ്റവും അധികം വിവാഹം ശുക്രന്റെ വിലയുള്ളതാണ്. ഒരാൾ ചെലവിന്ന് ഡ്രസ്സിന് ചെലവിന്ന് എത്ര രൂപ, അതാ കല്യാണ ദിവസം മാത്രമേ ഇടാവുള്ളൂ. പിറ്റേ ദിവസം ഇട്ടിട്ട് പോയാൽ ചിരിക്കും റോഡ് വന്ന് ഇറങ്ങുന്ന നാട്ടുകാർ കണ്ടാൽ. കല്യാണ ദിവസം അതൊക്കെ ആ സാരിയും പറ്റും, ആ ജുബ്ബ, ആ ഷർട്ട്, ആ തൊപ്പി, ആ സകല വസ്തുക്കൾ ആ ദിവസം പറ്റും. ശുക്രൻ അന്നേ ദിവസമേ പറ്റുള്ളൂ. 2-ാം ദിവസം ഇട്ടിട്ട് നിങ്ങൾ റോഡ് മുന്നേ നടക്കാൻ പറ്റില്ല. അതിട്ട് അതിനേക്കാൾ ഒരു മുഷിഞ്ഞ ഉപ്പായിട്ടാണ് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇത് ഇട്ടിട്ട് പോയാൽ പ്രിയാക്കന്റെ പട്ട് പിടിച്ചു പോയി. അപ്പോ ശുക്രന്റെ തകരാറ് അങ്ങനെയാണ്.
അതേപോലെ തന്നെ വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നിഹതം കഹതം മധ്യം ദൃഢം. ഇപ്പൊ ഞാൻ പറയാം ബ്രാൻഡഡ് വെറൈറ്റീസ്, അതാ ഇപ്പൊ നല്ല ഇപ്പോഴത്തെ കാലത്ത് നല്ല ഉദാഹരണം. മധ്യം ദൃഢം സ്ഫാടിതം. സ്ഫാടിതം എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ പറഞ്ഞാണ് തുരുപ്പെടുത്തത്. ഓരോ ദിക്കിലെ നമ്മൾ ഒരു കളർ ഷർട്ട് മേടിക്കും, പിന്നെ എന്തായി കാലക്രമേണ ഓരോ ഭാഗത്ത് എന്തായി പോകും, ഓരോ ഭാഗത്തെ കൂടെ അതിന്റെ നിറങ്ങൾ മങ്ങിയിട്ട് വട്ടം പുതിയ ഡിസൈനായിട്ട് മാറും. പിന്നെ നമ്മൾ കുറിച്ച സാമ്പാറിന്റെ എല്ലാം ബാക്കിയുള്ള ലാടയുടെ മൂലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബട്ടൺ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ബ്ലേഡ് വെച്ചിട്ടോ കൈ വെച്ച് നമ്മളെ കഷ്ടകാലത്തിന് അന്നാന്ന് എല്ലാ അപകടവും പറ്റുക. പുതിയ ഷർട്ട് അത് ഗ്രഹത്തിന്റെ ബലത്തിനനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് പുതിയ ഷർട്ടും പുതിയ മുണ്ടും തന്നെ എല്ലാ കാലം ഉപയോഗിക്കാനുള്ള യോഗമുണ്ട്. നമ്മളെ പുറത്ത് ചില മഹാന്മാർക്ക് എന്താന്ന് വെച്ചാലേ അതില്ല. പുതിയ ഷർട്ട് ഇട്ടാന്ന് കാക്കയ്ക്ക് മനസ്സിലാവും ബാത്റൂം ഇതാന്ന്, കാക്ക നമ്മളെ മേലെയാണെന്ന് കഷ്ടിക്കും. അത് അത്രയധികം തലയിലെടുത്ത് നന്നായിരിക്കും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് ആ ഗ്രഹത്തിന് ബലമുള്ളവർക്ക് എന്താവുള്ളൂ, ആ ഡ്രസ്സൊക്കെ യോജിക്കും, അവർക്കത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനാവുള്ളൂ. നമ്മളെ പോലെ തന്നെ ഇപ്പൊ വിചാരിച്ചത് നമ്മളെ ഗ്രഹത്തിന്റെ ബലത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാനാവുള്ളൂ, നമുക്ക് അത്തരത്തിലുള്ള ഡ്രസ് വെറൈറ്റി ഉപയോഗിക്കാനാവുള്ളൂ അർത്ഥം. ഇപ്പൊ നമ്മളിപ്പോ കുന്നക്കുടി വൈദ്യനാഥൻ നോക്കോ, അയാൾ നല്ല ആ വളരുന്ന ഷർട്ട്, നല്ല പട്ടകളിലെ മുണ്ട, വയലെടുത്തിട്ട് വായിക്കുന്ന നമുക്ക് വയലിനെല്ലാം ഓർമ്മ വരും. അയാളെ ഡ്രസ്സും നെറ്റിയിലെ ഭസ്മം ഓർമ്മ വരിക അല്ലെ, ആ തരത്തിൽ ആക്കി വരുന്നില്ലേ. ചില ആൾക്കാരുടെ നമുക്ക് ഓർമ്മിക്കാനേ തോന്നില്ല. അപ്പൊ മോഡിക്ക് ശുക്രന്റെ നല്ല ബലമുണ്ട്, അണ്ടാണ് കോട്ടും മേലെ ഓവർകോട്ട് ഇട്ടാൽ നല്ല ട്രിം ജിമ്മാരുണ്ട്. വേറെ ചില ആൾക്കാർക്ക് എന്തില്ല അതിനെ കുറിച്ച് കയറി ഒരു ഫുൾ സൂട്ട് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതെല്ലാ കാലവും അതന്നെ. അപ്പൊ നിതിൻ ഗഡ്കരി ഡ്രസ്സിങ് സ്റ്റൈല് നമുക്ക് ഓർമ്മയുണ്ടാ? ഇല്ല. അപ്പോ ഇൻക്ലൂഡിങ് ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഓർമ്മയില്ല നമുക്കിപ്പോ. അവർക്ക് അങ്ങനെ ഇന്ന വെറൈറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നരസിംഹറാവു വെച്ചാൽ പിന്നെയുണ്ട് ജുബ്ബ, പഞ്ചകച്ചം അല്ലെങ്കിൽ ആ മുണ്ട്, അത് പിന്നെയും ഒരു ഖദർ മാത്രം ഉപയോഗിക്കുള്ളൂ അദ്ദേഹം. എന്നാലും അതിലൊരു നമുക്ക് അറിയാൻ പറ്റും. മഹാത്മാഗാന്ധി വെറും ശരിയാണ്, ഒന്നും വേണ്ട അദ്ദേഹത്തിന്. ഒരു കോസ്മത്തിന്റെ ഒരു രണ്ടാമുണ്ട്, അതാ സ്ഫാടിതം എന്ന് പറഞ്ഞാൽ അതാർത്ഥം. അത്രയധികം എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, ഡ്രസ്സിനെ കുറിച്ച് സെൻസേ ഇല്ലാത്ത ആളാണ് നമ്മളെ ഗാന്ധിജി. നെഹ്റു അങ്ങനല്ല, നെഹ്റു ശുക്രന് നല്ല പേരുണ്ട്, കൈമല നല്ല ഫുൾ പാക്കായിട്ട് സിഗരറ്റ്, അതുപോലെ തന്നെ കോട്ട്, രാവിലെ കുത്തിയ പനിനീരിപ്പ് വൈകുന്നേരം വരെ നിൽക്കും അദ്ദേഹത്തിന്. അപ്പൊ അത്തരത്തിലുള്ള ഡ്രസ്സിനെ കുറിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ആൾക്കാരൊക്കെ നമുക്കുണ്ട്. അവർക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പൊ അതാത് ഗ്രഹത്തിന്റെ ബലത്തിനനുസരിച്ചാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഇതെല്ലാം കോഡ്, ഡ്രസ്സിന്റെ സ്റ്റൈല്, അതിന്റെ കളറ്, ഇതൊക്കെ ഇതിൽ നിൽക്കുന്നതാണ് ഈ ഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന അർത്ഥം. അപ്പൊ ശരിയാവും എന്തായി അതിനെ കുറിച്ചിട്ട് വലിയ കെയറില്ല. ശരിയാവും എന്തായി മുഷിഞ്ഞമുണ്ടായാലും ഒരു മുണ്ട് വേണമെന്നേ ഇല്ല. അത് മുഷിഞ്ഞത് വേണോ നല്ലത് വേണോ ഇല്ലേ, അത് നമ്മളെ ന്യായം എങ്ങനെയാണ് എന്നുവെച്ചാല് ഈ നാട്ടിൽ എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ എന്ത് കൊടുത്താൽ എന്താണ്, ഈ നാട്ടിൽ എല്ലാവർക്കും എന്നെ അറിയാലോ. എനക്ക് എന്ത് വേണം കൊടുക്കാം. നാട് വിട്ടാല് എന്നെ ആർക്കും അറിയില്ല എനക്ക് എന്ത് കൊടുക്കാം. നാട് വിട്ട് കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് വേഷമുണ്ടെന്ന് കേട്ടാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ശരിക്കും തന്നെ അത് വരാം. അപ്പൊ അത് സൗകര്യമാണ്. അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് അതൊരു മനസമാധാനത്തിന് വഴിയുണ്ട്. ശരിയാകുമ്പോൾ ഗുണമുണ്ട് അർത്ഥം. എന്ന് വെച്ചാൽ ഈ ഒരു സമാധാനിക്കാം. അതാണ് ആളത് സ്ഫാടിതം വെച്ചാല് ആടെ അത് കളർലെസ് ഇത് വരും, സ്ഫുടതയില്ലാണ്ട് വരും. എങ്ങനെയാന്ന് വെച്ചാല് ഈ വാങ്ങിയിട്ട് ഷർട്ടിന്റെ ആ കളറ് കുറേശ്ശെ പാർഷ്യലായിട്ട് പോകും. അപ്പൊ അങ്ങനെയാവും. അപ്പൊ എന്തായി അതായി. ചിലത് കീറിയിട്ട് പറഞ്ഞാൽ അങ്ങനെ പോകും, അത് സ്ഫാടിതാവും. ചിലത് സ്റ്റിച്ച് വിട്ടു പോകും. എന്ന് വെച്ചാൽ വഴിവക്കത്ത് 100 രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങിയാൽ അത് 100 കൊല്ലം നിൽക്കുന്നില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കുപ്പായം എടുത്തിട്ടാൽ അതിനനുസരിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതിനുണ്ടാവും. അപ്പോ ഇതിനൊക്കെ എക്കണോമിക്സ് എന്ന് പറയുന്നവരുണ്ട്. 1500 ഒരു ഷർട്ട് മേടിച്ചാൽ നിങ്ങൾക്ക് 5 കൊല്ലം ഉപയോഗിക്കാം സാർ. 300 രൂപേന്റെ 5 ഷർട്ട് വാങ്ങിച്ചാൽ അല്ല 1500 5 ഷർട്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഷർട്ടും കൂടി 6 മാസം 7 മാസം കഴിയുമ്പോൾ പോയി പോകും സാർ. അതുകൊണ്ട് 1500 ഒന്ന് വാങ്ങുന്നതാണ് സേഫ് എന്ന് പറയുന്ന ഡ്രസ്വാദികൾ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വാക്യാർത്ഥവും ശാസ്ത്രാർത്ഥ വിചാരമൊക്കെ നടത്തി നോക്കുകയാണ്. പക്ഷെ എല്ലാം നമുക്കൊന്നും ശരിയായില്ല. അവസാനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും ഗ്രഹങ്ങള് അതിന്റെ സ്ഥാനം ദേവാംബഗ്നി വിഹാര കോശശേന ക്ഷിത്തുക്കരാസുക്രമ ഇതെല്ലാം ഗ്രഹപരിചയം ഉണ്ടാവാൻ വേണ്ടി പറയുന്നതാണ്. ഇതങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഐഡിയൽ ആയിട്ട് അത് പോയിട്ട് അങ്ങനെ ദേവസ്ഥാനം 100% സൂര്യൻ അങ്ങനെ ഉണ്ടാ. ദേവസ്ഥാനത്ത് വ്യാഴമുണ്ട് ഇല്ലേ, ദേവസ്ഥാനത്ത് ശുക്രനും ഉണ്ട്. ചില അമ്പലങ്ങൾ കണ്ടാൽ നോക്കുന്നതാണ് എന്താ അതിന്റെ ഭംഗി, അതിന്റെ പെയിന്റിങ് അല്ല ശുക്രന്റെ ബലം കൊണ്ട് ഉണ്ടാവുന്നതല്ലേ. അപ്പോ ചില അമ്പലമുണ്ട് അതിന് പിന്നെ പെയിന്റും ഇല്ല, ആളും ഇല്ല, അർത്ഥമില്ല, ഒന്നുമില്ല. മൂലക്ക് പ്ലാസ്റ്റിക്കും പഴത്തിന്റെ തോലും തേങ്ങ ഉടച്ചതിന്റെ കഷ്ണവും ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ ശരിക്കും അത് ജാസ്തി വരെ നമുക്ക് അന്ന് തീരുമാനിക്കാം. അപ്പൊ എല്ലാ ഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ ദേവസ്ഥാനം എന്ന് പറയുന്നത് ടോട്ടലി ആരെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്. ദേവാംബഗ്നി വിഹാര കോശശേന ക്ഷിത്തുക്കരാസുക്രമാത് വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നിഹതം മധ്യം ദൃഢം അഗ്നികഹതം എന്നുള്ളത് നിങ്ങൾ രണ്ടായിട്ട് പിരിക്കണം. അഗ്നിഹതം കഹതം സമാഹാരതുക. അഗ്നിയിലും ഹതം കൂടും,
കം കം എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥം. കം എന്ന് പറഞ്ഞാൽ അതിലും ഇത് കൂടും, ജലം ഹതം എന്ന് കൂടും. അഗ്നിഹതം, കഹതം, മധ്യം, ദൃഢം, സ്ഫാടിതം. ഇനി അടുത്ത ഏതാ? താമ്രം. താമ്രം സ്യാത് മണി ഹേമ ശുക്തി രജതാനി അർക്കാച്ച മുക്ത അയസ്. അതായത് അയസ്സായിരിക്കും, നമുക്കറിയാലോ ശരിയാകുന്നുള്ളത്. താമ്രം, അത് താമ്രപാരകാരകത്തുള്ളത് ആ സൂര്യൻ. താമ്രം സ്യാത് മണി. മണി എന്ന് പറഞ്ഞാൽ അതിന് മണി മന്ത്രം ഔഷധം എന്നെല്ലാം നമ്മളിൽ തന്നെ ഉണ്ടായി ഇഷ്ടം പോലെ. മണി എന്ന് പറഞ്ഞാൽ അതിന് രക്തങ്ങളിൽ പെട്ടതാണ്. അപ്പോ മണി എന്ന് പറയുന്നത് അതില് വേറെ വിശേഷം. നമ്മൾ ചന്ദ്രകാന്തമണി, സൂര്യകാന്തമണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്യമന്തകമണയർ ഹർത്ത, കൃഷ്ണന്റെ പര്യായത്തിൽ സ്യമന്തകമണി കഥയാണെന്നല്ലേ, അത് നമ്മുടെ കോഹിനൂറുള്ള മണിയിൽ പെട്ടതാണ്. അത് അന്നത്തെ കാലത്ത് അത് പ്രകാശം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രകാന്തം എന്ന് പറയുന്ന ഒരു മണിയുണ്ട്. എന്ന് വെച്ചാല് ഉഷ്ണകാലത്ത് എന്ത് ചെയ്യത് ഈ ചന്ദ്രന്റെ കിരണനെ പിടിച്ച് നമുക്ക് AC തരും. ഇന്നത്തെ AC പകരം അന്ന് ചുവരിന്റെ മേലെ ചന്ദ്രകാന്തം എന്ന് പറയും. അതുപോലെ സൂര്യകാന്തം തണുപ്പ് കാലത്ത് 6 വരെ താമസിക്കുള്ളൂ. അതിൽ സൂര്യന്റെ കിരണത്തിനെ പിടിച്ച് എന്ത് ചെയ്യും, ആ കൊടും തണുപ്പില് ഈ സൂര്യന്റെ കിരണത്തിൽ ചൂട് നമുക്ക് തരും. അത്തരത്തിലുള്ള അത് സൂര്യകാന്തമണി, ചന്ദ്രകാന്തമണി. അന്നത്തെ കാലത്ത് ചുമരിൽ, അത് നമ്മളിപ്പോ സാധുക്കളുടെ കാര്യമല്ലേ പറഞ്ഞു, രാജാക്കന്മാര് ചെയ്തതാണ് സൂര്യകാന്തം, ചന്ദ്രകാന്തം. അത്തരത്തിലുള്ള മണികളെ കൊണ്ടുള്ള ഗൃഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിച്ചിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോ അതിന്റെ മണിയുടെ ആവശ്യമില്ല. LG, സാംസങ് എല്ലാം ഇഷ്ടം പോലെ ഇറക്കുന്നുണ്ട്. അതൊന്ന് വെച്ചാൽ തന്നെ എന്തായി, കറണ്ട് ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ചന്ദ്രകാന്തമണി, സൂര്യകാന്തമണി ഒന്നും വേണ്ട. അപ്പൊ ആ മണി വെച്ചാൽ വെള്ളം വരുന്ന പറയുന്നത്, ജലം വരെ വരുന്ന പറയുന്നത്. അത്രയധികം എന്തുണ്ട്, അന്തരീക്ഷത്തിന്റെ ഈർപ്പത്തിന് വരെ വലിച്ചിട്ട് എന്ത് കൊടുക്കാനുള്ള കഴിയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മണി എന്ന് പറയുന്നത് ഈ കടയിൽ കിട്ടുന്നില്ല ഇഷ്ടം പോലെ, രത്നങ്ങളും അതെല്ലാം. അതിലെന്തായാലും വേറെ കുഴപ്പമൊന്നും റീസെയിൽ വാല്യൂ ഇല്ലാതെ മാത്രമേ ഉള്ളൂ. ആ കടയിൽ കൊണ്ടു കൊടുത്താൽ തന്നെ അതിന്റെ പൈസയും ചെയ്തിട്ടില്ല. പണയം വെച്ചാൽ എടുക്കൂല. അതുകൊണ്ട് എന്താണ്, പണം എന്താ ചെയ്യേണ്ടത് തിരടൂലാണ്ട് വന്നാൽ കുറച്ച് മേടിച്ചു വെക്കാം. എന്താ ഇത് തീരണ്ടായി, അങ്ങനെയുള്ളവർക്ക് പറ്റും. മറ്റ് സാധാരണ ഇതെന്താണ്, സ്വർണം പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള അസറ്റ് പോലെയോ സൂക്ഷിക്കാൻ പറ്റിയതല്ല. രക്തമുണ്ട്, പിന്നെ ചോറാൾ പറയില്ല ഭാഗ്യം കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ളതാണ് മണികള്. താമ്രം എന്ന് പറയുന്നത് ചെമ്പതിന് മൂല്യമുണ്ട്. ചെമ്പിന് എന്തുണ്ട്, കിലോന് തൂക്കി കൊടുത്താലും എടുക്കുമ്പോൾ വാങ്ങുമ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്ന സാധനത്തിന് വിലയുള്ളതാണ്. സൂര്യന് നല്ല, അന്നത്തെ കാലത്ത് ചെമ്പ് പറഞ്ഞ് അന്ന് ചെമ്പിന്റെ ഗ്ലാസ്, ചെമ്പിന്റെ പാത്രക്കാരി ഒരു കാലത്തെ വലിയ എന്താ പറയുക, ഈ വെള്ളി ഇത്രയധികം വരുന്നതിന് മുമ്പേ ചെമ്പിനായിരുന്നു വലിയ, സൂര്യനായിരുന്നു കുറെ കാലം ലീഡിംഗ് ആയിട്ടുണ്ടായിരുന്നു. ചെമ്പിന്റെ പാത്രം, ചെമ്പിന്റെ മുമ്പ് ഓർമ്മയില്ല നമ്മൾ ചെമ്പിന്റെ ചെമ്പ് വട്ടച്ചെമ്പ് എന്നൊക്കെ പേരനില്ലേ ചെമ്പ്. അത് കഴിഞ്ഞിട്ട് എന്തായി മണി. പിന്നെ അത് പിന്നെ സാധാരണക്കാർക്ക് പറ്റുന്നതല്ല, ചന്ദ്രനെ തൊടാൻ വിഷമം തന്നെയാണ്. ഈ സാഗരത്തിൽ ഉണ്ടാവുന്നതാണല്ലോ രത്നങ്ങളും മണികളും അതൊക്കെ. അപ്പൊ എന്തായി താമ്രം സാത് മണി ഹേമ. ഹേമ എന്ന് പറഞ്ഞ സ്വർണം, അതാണ് ഇത് ബുധന്റെതാണ്, വളരെ അപൂർവമാണ്. എന്ന് വെച്ചാൽ അത് ടോട്ടൽ പ്രൊഡക്ഷൻ തന്നെ എന്താണ് കുറവാണ്, അത് ഉണ്ടാക്കിയെടുക്കാനും വിഷമാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, കാലാകാലങ്ങളിൽ എന്ത് വരുന്നില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് ഉത്പാദനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ സ്വർണത്തിന്. പിന്നെ അതിനെന്തില്ല വേറെ വലിയ ഗുണം എന്ന് വെച്ചാൽ ഒരു പരിപൂർണ്ണ തേജസ് ആയതുകൊണ്ട് അതിനെന്തില്ല നാശമില്ല, കത്തിപ്പോല. സ്വർണത്തിന്റെ ഗോൾഡ് ഓക്സൈഡ് കിട്ടാനില്ല. അയൺ ഓക്സൈഡും സിങ്ക് ഓക്സൈഡും പോലെ ഗോൾഡ് ഓക്സൈഡ് അതുകൊണ്ട് സാക്ഷാത് തേജസ് തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, തേജസ്സിന് എത്ര വിലയുണ്ടോ സ്വർണത്തിനും ആ വിലയുണ്ട്. അപ്പൊ അതിന്റെ മൂല്യം എല്ലാ കാലത്തും നിന്നിട്ട് നിങ്ങൾക്ക് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എന്താ വെച്ചാൽ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അതാണ് അതിന്റെ കാരണം. ബുധന് സ്വർണം, മറ്റേ ഈ മുഹൂർത്തത്തില് ഈ നമ്മളെ ഇതിന് ഗ്രഹശാന്തിക്കും മുഹൂർത്തത്തിനൊക്കെ പ്രായശ്ചിത്തമായിട്ട് ദാനം ചെയ്യുന്നത് ബുധന് സ്വർണ്ണ. അപ്പോ ഈ ബുധനാണ് അതിന്റെ കാരണം. ചൊവ്വ കൊടുത്തില്ല എന്നർത്ഥം. ചൊവ്വക്ക് തേജസ്സിന്റെ കാരകത്വം കൊടുത്തെങ്കിലും സ്വർണത്തിന്റെ കാരകത്വം ആരും കൊടുത്തില്ല. അപ്പൊ എന്താ, ബുധനാണ് അതിന്റെ കാരകൻ സ്വർണത്തിൻ്റെത്. അപ്പോ സോറി, ബുധനല്ല, ബുധന് ദാനത്തിൻ്റെത്. മണി ഹേമ താമ്രം സ്യാത്, താമ്രം മണി ഹേമ ചൊവ്വ. സോറി, അത് അഗ്നി. അതാണ് അഗ്നി സാക്ഷാത് തേജസ് ആയതുകൊണ്ട്. തേജസ് ആയതുകൊണ്ടാണ് ആര് കൊടുത്തത്, ചൊവ്വ കൊടുത്തത്. മറ്റേ പ്രായശ്ചിത്തം മറ്റൊക്കെ വരുമ്പോ എന്തായി, അത് ചൊവ്വക്ക് വരുന്നില്ല. അതാണ് ഞാൻ മാറിപ്പോകുന്ന ചെറിയൊരു സ്കിപ്പായി പോയി അവിടെ. ഈ അഗ്നി എന്ന് പറയുന്നത് സാക്ഷാത് അഗ്നിയും സ്വർണ്ണം ഒരുപോലെയാണ്. ഗോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിക്ക് തന്നെ വന്നിരുന്നത്. ഗോൾഡിൽ എന്തില്ല, ഓക്സൈഡ് ഇല്ല. ഗോൾഡിൽ എന്തില്ല, ഓക്സൈഡ് ഇല്ല. അതുകൊണ്ട് എന്തായി, അഗ്നി തേജസ് ഇതൊക്കെ ഒന്നായതുകൊണ്ടാണ് ചൊവ്വക്ക് എന്ത് കിട്ടി, സ്വർണത്തിന്റെ കാരകത്വം കിട്ടി. അതുപോലെ തന്നെ താമ്രം സ്യാത് മണി ഹേമ, താമ്രം മണി ഹേമ, താമ്രം മണി ഹേമ ചൊവ്വ. അതിനെന്തില്ല, ഈ ഗ്രഹശാന്തി മുതലായിട്ട് കാര്യങ്ങൾക്കെല്ലാം എന്താണ്, ബുധനാണ് എന്ത് കിട്ടുന്നത്, സ്വർണത്തിന്റെ ദാനം ഇതൊക്കെ വരുന്നത്. അയാളെ ചൊവ്വേന പരിഗണിച്ചിട്ടില്ല. ദാനത്തിന്റെ സമയം വരുമ്പോ എന്തായി, ബുധനെ കൊടുത്തു. മറ്റേ കാരകത്വം വരുമ്പോൾ കൊടുത്തു, ചൊവ്വ കൊടുത്തു. അങ്ങനെ പറ്റുക. അപ്പോ
താമ്രം സ്യാത് മണി ഹേമ. താമ്രം മണി ഹേമ. ശുക്തി എന്ന് വെച്ചാല് നമ്മളെ ഒരു തരം ഇതില്ലേ ഈയം എന്ന് പറയും. എന്ന് വെച്ചാല് അതില് ഈ കണ്ട വെള്ളി പോലെ തോന്നും, അത്തരത്തിൽ അതിനാണ് ശുക്തി എന്ന് പറയുന്നത്. ശുക്തവും ഇതം രജതം എന്ന് പറഞ്ഞിട്ട് വേദാന്തം ഇഷ്ടം പോലെ വരുന്നതാണ് ശുക്തി എന്ന് പറയുന്നത്. അതിന് മറ്റേ ഇതില്ലേ ആ കക്കേന്റെ നിറാണ് അതിനുള്ളത്, ഈറ്റ് കക്കയുടെ നിറാണ് അതിനുള്ളത്. അപ്പൊ അതെന്താണ് കണ്ടാന്ന് തോന്നും, വെള്ളിയാന്ന് തോന്നും. അപ്പോ നമ്മളെ സിങ്കിനെ പോലത്തെ ഒരു സാധനം വിചാരിക്കാം. അപ്പൊ അതിനാന്ന് പറയുന്നത് ശുക്തി, അതായത് ബുധന്റെത്. പിന്നെ വേറെ ഒരു വിഭാഗം അതില് ശുക്തി തന്നെ യുക്തി, അങ്ങനെ യോഗം ചെയ്തിട്ടുള്ളത്. ഇപ്പോ ടിന്നിൽ ലെഡിന് സോൾഡർ ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ ഓട്, കാരോട്, മറ്റേ വെള്ളോട്, പിച്ചള, അങ്ങനെ കുറെ ഉണ്ട്. അങ്ങനെ ഈ യോഗം ചെയ്തിട്ടുള്ള ലോഹങ്ങളെല്ലാം കാരകത്വാരിക്കുന്നുണ്ട്, ബുധനുണ്ട്, അങ്ങനെ ഒരു വ്യാഖ്യാനം ഒരു ദിക്കിൽ കണ്ടു. അപ്പോ താമ്രം സ്യാത് മണി ഹേമ യുക്തി, അങ്ങനെയാണെങ്കിൽ ഷൂ എന്നുള്ളതിന് പകരം യു നാക്കിയാലും അതർത്ഥം. ഷൂ എന്ന് പറഞ്ഞാൽ വെറും സിങ്കായി, മറ്റേതാവുമ്പോ എന്തായി ഈ യുക്തിദ്രവ്യങ്ങൾ നമ്മൾ ഇവിടുത്തെ പിച്ചള, ഓട് എന്നെല്ലാം പറയുന്ന 2-3 കൂടിയിട്ടത്. അതായത് വെള്ളി കൂട്ടിയാൽ വെള്ളോട്, മറ്റേ എന്താ പറയണ്ടേ, മറ്റേ എന്താ കൂട്ടണ്ടേ, ചെമ്പ് കൂട്ടിയാൽ കാരോട്, അങ്ങനെ കാരോട്, വെള്ളോട്, അത്തരത്തിലുള്ള ഓടുകളുണ്ട്. ഓട്ട് പാത്രങ്ങൾ എന്ന് തന്നെ ഉണ്ടല്ലോ. അപ്പോ വെള്ളോട്ടിന്റെ കിണ്ടി, വെള്ളോട്ട് വള. നമ്മളെ വടക്കേ മലബാറിൽ പാട്ടുണ്ട് വെള്ളോട്ട് വളയിട്ട് കമ്പനിട്ട്. മുമ്പ് മലബാറുകാരുടെ ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു അത്ര വെള്ളോട്ടിന്റെ വള. സ്വർണത്തിന് അതേ നിറം കിട്ടും. തേച്ച് വൃത്തിയാക്കിയാൽ കിണ്ടി വിളക്കാലും വെള്ളോട്ടിന്റെ കിണ്ടി വെള്ളോട്ടിന്റെ വിളക്കാച്ചാൽ തേച്ച് വൃത്തിയാക്കിയാൽ നല്ല സ്വർണത്തിന് അതേ ഫീലിംഗ് കിട്ടും. കുറിച്ച് കഴിഞ്ഞാൽ നിറം പോകുന്നതായിരിക്കാം, സ്വർണം പോലെ നിൽക്കൊന്നുമില്ല. അപ്പോ ആദിത്യന് താമ്രം, ചന്ദ്രന് മണി, ചൊവ്വക്ക് സ്വർണം, ബുധന് 2 പ്രകാരത്തിൽ പറഞ്ഞു, യുക്തിദ്രവ്യെന്നും ശുക്തിയെന്നും. പിന്നെ വെള്ളിയാണെങ്കിലും വ്യാഴാണ് കാരണം. വെള്ളി ശുക്രനല്ല കൊടുത്ത, ആർക്കാ കൊടുത്ത? ശുക്രൻ കൊടുത്തത് ആർക്ക് കൊടുത്തു? ശുക്രന് വെള്ളി കിട്ടിയില്ല. വെള്ളി ആർക്കാ കിട്ടിയ? വ്യാഴത്തിനാ കിട്ടിയത്. എന്റെ അഭിപ്രായത്തിന് വ്യാഴത്തിനാണ് സ്വർണം കൊടുക്കേണ്ടത്. എന്റെ അഭിപ്രായം, എന്റെ പക്ഷത വ്യാഴത്തിന് സ്വർണം കൊടുക്കണം. മറ്റേ അത്ര ടോപ്പ് ഇല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ഗ്രഹേത വ്യാഴം. നമുക്ക് വ്യാഴത്തിനല്ലേ സ്വർണം കൊടുക്കേണ്ടത്. അപ്പൊ അത് കൊടുത്തില്ല. വ്യാഴത്തിന് എന്തേ കൊടുത്തിട്ട് വെള്ളിയായി. അത് വേണമെങ്കിൽ അല്ല, വെള്ളിക്ക് ഗുണമുണ്ടേ. സ്വർണത്തിന്റെ ഈ ഉച്ഛിഷ്ടാവാത്ത, ധർമ്മശാസ്ത്രത്തിൽ ഉച്ഛിഷ്ട ദോഷമില്ലാത്ത 2 പദാർത്ഥങ്ങളാണ് എന്തെന്ന്, വെള്ളിപ്പാത്രവും സ്വർണത്തിന്റെ പാത്രവും. അതായത് അത് മറ്റുള്ള രാസപ്രവർത്തനം ഏർപ്പെടുന്നില്ല. ഇപ്പൊ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് ഊണ് കഴിച്ചു, അതേ പാത്രത്തിൽ വേറൊരാൾ ഊണ് കഴിച്ചാൽ ആദ്യം കഴിച്ചതിന്റെ സ്വഭാവം നമുക്ക് പകരും. അങ്ങനെയുണ്ട്. ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരാൾ ഊണ് കഴിച്ചാല് ആ പ്ലേറ്റിൽ വേറൊരാൾ ഊണ് കഴിച്ചാൽ ആദ്യം കഴിച്ചതിന്റെ സ്വഭാവം പകരും. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ പാത്രം വെള്ളിപ്പാത്രം ഉപയോഗിക്കുന്നതാണ്. വെള്ളിപ്പാത്രം ഉപയോഗിച്ചാൽ ഓന്റെ സ്വഭാവം നമുക്ക് പകരുന്നില്ല. സ്വർണത്തിന് അവർ രാജാക്കന്മാരിക്കാൻ പറ്റുള്ളൂ സ്വർണത്തിന്റെ കിണ്ണത്തിൽ ഉണയിക്കാൻ. സാധാരണ വെള്ളിപ്പാത്രം ഒരുവിധം ഒരു ഹയർ മിഡിൽ ലെവലിലെത്തിയാൽ നിങ്ങൾക്ക് വെള്ളി ഗ്ലാസ്, വെള്ളിപ്പാത്രം, പിന്നെ സ്വർണത്തിന്റെ വെള്ളിപ്പാത്രം, വെള്ളിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് സ്വർണത്തിന്റെ ചെറിയൊരു ശകലം പറ്റിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. അത് വകുപ്പുകളുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് കോ അനുസരിച്ചിട്ട്. അല്ലേ, ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്നാ പറയുന്നത്, അതുകൊണ്ട് ഗോൾഡൻ സ്പൂൺ എന്നല്ല, സിൽവർ സ്പൂൺ എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ സിൽവർ എന്ന് പറയുന്നത് അത് മുമ്പേ ഇതുള്ളതാണ്. അപ്പോ അതെന്താ, അത് വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നർത്ഥം. അപ്പോ സ്വർണത്തിൻ്റെത് രാജാക്കന്മാർക്കാണ്. സ്വർണ്ണത്തളികയില് ഭക്ഷണം കഴിക്കുന്നത് മഹാരാജാക്കന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ്. സാധാരണക്കാർക്ക് അത്ര സ്വർണം അത് നമുക്ക് സൂക്ഷിക്കാനാവില്ല. അത് പാത്രം കഴുകാനും ഇതിന്റെ കൂട്ടത്തിൽ ഡബ് ചെയ്യാനാവില്ലല്ലോ. അതായത് ഊണ് കഴിച്ചിട്ട് ബ്യൂറോയിൽ കൊണ്ടുപോയി കൂട്ടി വെക്കാനാവണോ. വെള്ളിയാകുമ്പോൾ അത്ര പ്രശ്നമില്ല, കണ്ട ഒരു അലുമിനിയം പോലെ തോന്നുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ കട്ടുകൊണ്ട് പോകുന്നില്ല. അപ്പൊ അത്തരത്തില് വെള്ളിയുടെ താരിക്ക് കൊടുത്തു. വെള്ളി എന്ന് പറയുന്ന സാധനത്തിന്റെ കാരകത്വം ആർക്കാ കൊടുത്ത? വ്യാഴത്തിന് കൊടുത്തു. താമ്രം സ്യാത്, താമ്രം മണി ഹേമ ശുക്തി രജതാനി അർക്കാത്, അർക്കൻ മുതലായിട്ട് ഗ്രഹങ്ങൾക്ക്. മുക്തം അയസ്, മുക്താണ് ആരും കൊടുത്ത? അത് ഈ ശുക്രനും ജലകാരകത്വം ഉണ്ട്. അപ്പൊ ശുക്രൻ എന്തുണ്ട്, ഇതേപോലെ ജലകാരകത്തുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു എന്ന് വെച്ചാൽ ഒരു പ്രാണി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതാണല്ലോ മുത്തായിട്ട് മാറുന്നത്. അപ്പോ മുത്ത്, പവിഴം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതാണ്. ഒരു പ്രാണിയുടെ ഉച്ഛിഷ്ടം അതിങ്ങനെ ഒരു പതിവായിട്ടാണ് ആ സാധനങ്ങളെല്ലാം വരുന്ന അർത്ഥം. അപ്പോ ചന്ദ്രനാണ് ശരിക്കും അങ്ങനെ മുക്താഫലം ശീതകോ. മുത്തിന്റെ ഈ ഗ്രഹത്തിന്റെ ആധിപത്യം നോക്കിയാലും മുത്തിൻ്റെത് ചന്ദ്രനാണ്. അപ്പോ ഈ ഇതിൻ്റെത് ശുക്രൻ്റെത് വൈരാണ്. അപ്പോ ഓരോ ഗ്രഹത്തിന് നവരത്നങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ നവരത്നങ്ങളിലെ ചന്ദ്രൻ്റെത് എന്താണ്?
അപ്പൊ ചന്ദ്രൻ അത് ആടെ എങ്ങനെ വന്നു, ശുക്രൻ എന്തുകൊണ്ട് ഇത് കൊടുത്തു എന്ന് വെച്ചാൽ ഈ ജലത്തിൽ നിന്നുണ്ടാവുന്ന ഒന്നാം കട വസ്തുവാണ് മണി, അതായിരിക്കും കൊടുത്തു, ചന്ദ്രന് കൊടുത്തു. ഒന്നാം കട ചന്ദ്രൻ, സൂര്യനും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മുമ്പ് രാജാവിന് ഒരു വിശീത പോകും, വലിയ കേവന്മാരല്ലേ, അതുകൊണ്ട് എന്തായി ജലത്തിൻ്റെ അടുത്ത സ്റ്റേജ് ആയിരിക്കും കൊടുത്തു, ശുക്രൻ ഇരിക്കട്ടെ. അതുകൊണ്ട് മുക്തം ആർക്കാ കൊടുത്ത, അതിന്റെ കാരകത്വം കൊടുത്തത്, ഇതും ആധിപത്യം കാരകത്വം രണ്ടും വേറെ വേറെയാണല്ലോ. അപ്പൊ അത്തരത്തില് കാരകത്വമാർക്ക് കൊടുത്തു, ശുക്രന് കൊടുത്തു. സതുവിനെ ചോദിക്കണ്ട, ഇരുമ്പിന്റെ എട്ടും ദോഷമുള്ള സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളെ ശരീരക്കുന്നത് ഇരുമ്പിന്റെ കാരകത്വം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ടാറ്റാ സ്റ്റീൽ എന്നെല്ലാം പറയുന്നത് ഭയങ്കര വലിയ ടോപ്പ് കമ്പനികളാണ്, ബേജാറാക്കാനൊന്നുമില്ല. ശനി എന്ന് വെച്ചാൽ അങ്ങനെ കരയാതെ ക്വാണ്ടിറ്റി നല്ല ഉണ്ടായാൽ അത് ഒരു 10 കിലോ ഉണ്ടായാൽ എന്ത് ചെയ്യാം, അതിന്റെ ബിസിനസ് ഒക്കെ ഗ്രാമങ്ങളിൽ സ്വർണം മേടിച്ചൂടെ, ഇഷ്ടം പോലെ ആവാം. അപ്പോ ഗ്രഹങ്ങളെ കാരകത്വം, ലോകകാരകത്വം, അതിൽ തന്നെ രത്നങ്ങളും മറ്റൊക്കെ ഉണ്ട്. താമ്രം, മണി, ഹേമ, യുക്തി, രജത, മുക്തം, മുക്ത, അയസ്, ഇത്രയും കാരകത്വം ആർക്കുണ്ട്? ഇത്രയും കാരകത്വം ആയിരിക്കേണ്ട 7 ഗ്രഹങ്ങൾക്ക് ഇത്രയും ലോഹങ്ങളുടെ കാരകത്വം ഉണ്ട്. ഇപ്പൊ ഒരു ഗ്രഹം ഒരു ലോഹത്തിന്റെ രൂപം എടുത്താൽ എങ്ങനെ ഇരിക്കും, അതേ നിങ്ങൾ പഠിക്കണ്ടോ. നിങ്ങൾ ഇതിന്റെ ഇത്രയൊന്നും ഈ ഇന്നർ പോയി റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോഹത്തിന്റെ രൂപം എടുത്താൽ എങ്ങനെ ഇരിക്കും, ഒരു സ്ഥാനത്തിന്റെ രൂപം എടുത്താൽ എങ്ങനെ ഇരിക്കും, ഒരു വസ്ത്രത്തിന്റെ രൂപം എടുത്താൽ ആ ഗ്രഹം എങ്ങനെ ഇരിക്കും, അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഈ ദേവാഭക്തി വിഹാര കോശസേന ചിത്യുത്കരാസ്യു ക്രമാത് വസ്ത്രം സ്ഥൂലം അഭുക്തമഗ്നിഹതം മധ്യം ദൃഢം സ്ഫാടിതം താമ്രം സ്യാത് മണിഹേമ ശുക്തിരജതാൻ അർക്കാച്ച മുക്തായസേ ഗ്രേക്കാണൈഃ ശിശിരാദയഃ ശ ശു രു ചു ஞ ഗു ശിശിരാദയഃ ശശി ഷ ശശിയാണ് ഷ, ശു ശുക്രൻ, അതില് അത് മാത്രം എഴുതിയില്ലോ, ഷ ശശി, സോറി ഷ ശനി, ശു ശുക്രൻ, ര രവി, ച ചന്ദ്രൻ, ஞ ബുധൻ, ഗു ഗുരു, ഷ ശു രു രുധരൻ ചൊവ്വ. അത് നിങ്ങൾ എഴുതി വെക്കണേ. ദ്രേക്കാണൈഃ ശിശിരാദയഃ ശ ശു രു ച ஞ ഗു ആദിഷു 6 ഋതുക്കൾക്ക് 6 ഗ്രഹങ്ങൾ. ശിശിരം മുതലായിട്ട് ഋതുക്കളെ കണക്കൂട്ടണം. ശിശിരം മുതലായിട്ടുള്ള ഇത് കണക്കൂട്ടണം എന്നർത്ഥം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ശനി ശിശിരം തന്നെയാണല്ലോ അല്ലേ. അത് കൃത്യമായിട്ട് എഴുതണം നിങ്ങള്. ശനി ശിശിരം, ശുക്രൻ അത് നിങ്ങൾക്ക് നോവിക്കാം, വസന്തം പൂത്തത് ആ നല്ല കാണാൻ ഭംഗി വസന്തം എഴുതിക്കോ. ശിശിരം വസന്തം. രു നല്ല ചൂടുള്ളതല്ലേ, അഗ്നിയുടെ കാരകൻ. ശു ഗ്രീഷ്മം. ചന്ദ്രൻ വെള്ളത്തിന്റെ കാരകനാണല്ലോ, വർഷം. ശരത്ത് അടുത്തത്. രു ച ஞ ബുധൻ ശരത്ത്. ഹേമന്തം ഹേമന്തം ഗുരു ഹേമന്തം ഗുരു. ഇതില് 3 ഋതുക്കളെ. അപ്പൊ പിന്നെ സൂര്യൻ എന്താ പണിയേക്കും? സൂര്യൻ ഗ്രീഷ്മത്തിന്റെ കാരകത്വമാണ്. സൂര്യൻ ഗ്രീഷ്മത്തിന്റെ കാരകത്വമാണ്. സൂര്യൻ എന്തില്ല, ഇതിലില്ല. 6 ഋതുക്കളല്ലേ, 7 ഗ്രഹങ്ങളുണ്ടല്ലോ, സൂര്യൻ ഒഴിവാക്കി. ഇത്രയില്ലോ. ഷ ശു രു ച ஞ ഗു 6 സിമ്പൽ. 6 സിമ്പലേ ഉള്ളേ, 6 ഗ്രഹത്തിന്റെ പേരയില്ല, അതിന്റെ സിമ്പലാണ്. ദ്രേക്കാണൈഃ ശിശിരാദയഃ. ഇനി ദ്രേക്കാണം എന്ന് പറയുന്ന ഒരു രാശിക്ക് 3 ദ്രേക്കാണുണ്ട്. അതിന്റെ സ്വരൂപം അതിൽ ഉദയദ്രേക്കാണം മുതലാ കണക്കാക്കേണ്ട. ഇതിന്റെ പ്രശ്നശാസ്ത്രത്തിന് ഉപയോഗം വരും. ഉദയദ്രേക്കാണം മുതൽ ഇപ്പോ ഒരു ലഗ്നത്തിന് 3 ദ്രേക്കാണാണല്ലോ. ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ 1/3 ഉദയം വരെ, അങ്ങനെ ആ ഉദയം മുതലുള്ള ദ്രേക്കാണം വരെ കണക്കൂട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ശിശിരാദികളായിട്ട് ഋതുക്കൾ, അത് ആ ഗ്രഹത്തിന്റെ സ്വഭാവം മനസ്സിലായാൽ നിങ്ങൾക്ക് ഋതുക്കൾ എളുപ്പം മനസ്സിലാവും. ശനി അല്ലെ, പാതകാരകനാണ്. നല്ല പുതപ്പെല്ലാം പുതച്ചിട്ടേ അടങ്ങിയിരിക്കാം, ഒരു പണിയെടുക്കണ്ട, റൊട്ടീൻ തന്നിട്ട്. ആ നോർത്ത് ഇന്ത്യയിലെ ഡിസംബർ ജനുവരി മാസത്തിലെ അവസ്ഥ വിചാരിച്ചാൽ മതി. അതാണ് ഒറിജിനൽ ശനി. പിന്നെയോ ശുക്രൻ അല്ലെ, കൊന്നെല്ലാം പൂത്താല് ആ പൂവിന്റെ പൂക്കുന്ന കാലാന്ന്, വസന്തകാലാന്നായിരിക്കെ ശുക്രന്. ആ വ്യത്യാസം തന്നെ മനസ്സിലാവുന്നില്ല.
ശുക്രൻ പൂത്തത്, ശനി കൊടും തണുപ്പ്, ചൊവ്വയാകുമ്പോൾ കൊടും ചൂടായി, ചൊവ്വയാകുമ്പോൾ കൊടും ചൂടായി, ചന്ദ്രനാമതായി വൻമഴയെ, ചന്ദ്രനാമ വൻമഴയെ. പിന്നെ ബാക്കി രണ്ട് ഋതുക്കൾ അത് നമുക്ക് ഇന്ത്യയിൽ അനുഭവിക്കുന്നില്ല. ഈ ഹേമന്തെന്നും മറ്റേ ശരത്തൊന്നും എന്താവുന്നില്ല, ബുധന്റെയും ഗുരുവിന്റെ നീളെ വരുന്നില്ല. നമ്മൾ പറയും മറ്റേ സങ്കല്പം മറ്റേ ഇങ്ങനെയുള്ള ഹേമന്ത ഋതുവാ നടക്കുന്നത്, ഈ ഹേമന്ത ഋതു ആരംഭം, വർഷ ഋതു ആരംഭം എന്നെല്ലാം മറ്റേ ഓരോന്നിങ്ങനെ നമ്മൾ പഞ്ചാംഗത്തിന്റെ മൂലം കാണാനല്ലാണ്ട് ഈ ഋതുക്കൾ നമ്മൾ കാര്യമായിട്ട് അനുഭവിക്കുന്ന 3 ഋതുക്കളേതാ? തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ചൂടും അനുഭവിക്കുന്നുണ്ട്, മഴ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഈ ഉഷ്ണമേഖലാ പ്രദേശം ആയതുകൊണ്ട് നമുക്ക് 3 ഋതുക്കളുണ്ട്. ബാക്കിയുള്ള 3 ഋതുക്കൾ ഇംഗ്ലണ്ടിലെത്തിയ കൃത്യമായിട്ട് മനസ്സിലാവും. ഡേറ്റ് മാറുമ്പോൾ തന്നെ എന്താവും, ഈ ഓട്ടം എന്നെല്ലാം പറയുന്ന ഋതുക്കളിന് കൃത്യമായിട്ട് വരും. അത്രേ വരുന്നുണ്ട്, സത്യമാണ്. അപ്പൊ എന്തായി, 6 ഋതുക്കളെ കാരകത്വം സൂര്യനൊഴിച്ചിട്ട്, സൂര്യൻ എന്താ പണിയേക്കും? സൂര്യന് ഗ്രീഷ്മത്തിന്റെ കാരകത്വം ചൊവ്വയുടെ കൂടെ നിൽക്കും. പിന്നെ എല്ലാ ഋതുഭേദങ്ങളും സൂര്യനെ കൊണ്ടാണ് ഉണ്ടാകും. ഭൂമി തിരിയുമ്പം സൂര്യന്റെ അഭിമുഖമായി ഒരുമാതിരി ഋതുക്കളെ ഭേദങ്ങളാൽ അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായി, സൂര്യന് കാരകത്വം ഉണ്ടാകുന്ന അതിന് ഋതുവില്ല. അത് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ലഹളകളിലും നടക്കുന്നുണ്ട്. നമുക്ക് ആലോചിക്കണ്ടായാലും സൂര്യൻ എന്തുകൊണ്ട് ഋതുവില്ല ആലോചിച്ചിട്ട് തലയിട്ടല്ല അർത്ഥം. ദേവാംബഗ്നി, ആ ശ്ലോകം ഒന്ന് ഓടിച്ചോ. ദേവാംബഗ്നി വിഹാര കോശശേന ക്ഷിത്യുത്തരേഷാഹ ക്രമാത് വസ്ത്രം സ്ഥൂലമഭുക്തമഗ്നിക ഹതം മധ്യം ദൃഢം സ്ഫാടിതം താമ്രം സ്യാത് മണിഹേമ ശുക്തിരജതാൻ അർക്കാത്സ മുക്തായസേ ദ്രേകാണൈഹി ശിശിരാദേഹ ശനി ശു ശുക്രൻ രു രുധിരൻ ച ചന്ദ്രൻ ഗുരു യാ ബുധൻ ഗുരു യഗ്വാദിഷു ഉദ്യത്സുവ. ഇനി അടുത്ത ശ്ലോകം ഇപ്പൊ ഗ്രഹങ്ങളുടെ സ്വഭാവവും ഗ്രഹങ്ങളുടെ ആകൃതി, കാരകത്വം. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ കണ്ടാൽ സുമാർ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഗ്രഹത്തിന്റെ സ്വഭാവം, അയാളെ കണ്ടാൽ നിങ്ങൾക്ക് ഇന്ന് ഗ്രഹത്തിന് ബലമുള്ള ആളാ തോന്നണം. മെലിഞ്ഞ് നീളം കണ്ടു, ഇത്രയും കണ്ടു, ശരിയാ തോന്നിയാൽ മതി. നല്ല തടിച്ച് ബൃഹത്തിനാ തോന്നിയാല് അയാൾക്ക് ആ ഡ്രസ്സ് കൊണ്ടാകുന്ന അയാൾ ഇന്നത്തുള്ള ടേസ്റ്റിലാണെന്ന് മനസ്സിലാവണം. അതുപോലെ തന്നെ അയാളെ ധരിക്കുന്ന ലോഹങ്ങൾ, മോതിരത്തിന്റെയോ അല്ലെങ്കിൽ സ്വർണത്തിന്റെയോ അതെല്ലാം നോക്കുക. അങ്ങനെ നോക്കിയാൽ നിൽക്കുന്ന ആ ഗ്രഹത്തിന്റെ ക്യാരക്ടർ, ഇപ്പൊ ഓരോ വസ്ത്രത്തിന്റെ ഇത്, അതുപോലെ തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങള്. അപ്പൊ ഓരോ ദിക്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം ഏതേതൊക്കെ ഏറിയലുണ്ട് എന്നുള്ളത് ജാതകം കണ്ട് അനലൈസ് ചെയ്യാം. ഒരാളെ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് പിടിക്കാം, ജാതകം കണ്ട ഇങ്ങോട്ടും അങ്ങനെ നിങ്ങൾ എന്താ അസ്ട്രോളജർ ആവുന്നില്ല, പിന്നെ ഏതെങ്കിലും വെറുതെ അടങ്ങിയിരിക്കുന്ന നല്ലത്. ഉണ്ടാണ് പുസ്തകമെല്ലാം പഠിച്ചിട്ട് നാട്ടുകാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം, അത് പറ്റും. അടുത്ത ശ്ലോകം. ഇനി അടുത്തെന്താ, ഇനി ഗ്രഹങ്ങളെ ദൃഷ്ടി. ഇതുവരെ ഇതിനെ കൊണ്ടെന്താവണം നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. ഒരു ഗ്രഹത്തിന്റെ സ്വഭാവം സ്വല്പം വൃത്തവിചിത്രം അർത്ഥബഹുളം നിങ്ങൾ ധാരാളം കണ്ടിട്ടും കേട്ടിട്ടും ശാസ്ത്രജ്ഞനായിട്ടും അറിഞ്ഞിട്ടും എല്ലാം ഗ്രഹത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ ഒരു ഹ്യൂമൻ സയൻസ് വൃത്തിയായിട്ട് പഠിക്കണം എന്നർത്ഥം. അതായത് മനസ്സിലായി, ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ സയൻസ്, ഹ്യൂമൻ ക്യാരക്ടർ, ഹ്യൂമൻ ടേസ്റ്റ്, ഇതിനെ കുറിച്ച് എന്ത് വേണം, മനുഷ്യനെ കുറിച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി ഇന്നർ സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്. മറ്റേ ഈ ധാതുക്കളെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നിങ്ങൾ ഔട്ടറേ ആയിട്ടുള്ളൂ, പുറമേ കാണുന്ന ഭംഗികളെ കാണുന്നില്ല, ഉള്ളിലേക്ക് വരാനായില്ല. അപ്പോ അടുത്തെന്താ, ഇനി ഗ്രഹങ്ങളെ ദൃഷ്ടിയാ പറയുന്നത്. ത്രിദശ ത്രികോണ, അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട. ത്രിദശ ത്രികോണ ചതുരശ്ര സപ്തമാൻ നവലോകയന്ത് ചരണാഭിവൃദ്ധിത രവിജാമരേണ്യ രുചിരാഹ ഏ ക്രമശോ ഭവന്തി കില വീക്ഷണേധികാഹ. അപ്പോ എല്ലാ ഗ്രഹങ്ങൾക്കും 3ലേക്കും 10ലേക്കും കാൽ ദൃഷ്ടിയുണ്ട്. എഴുതിക്കോ, എല്ലാ ഗ്രഹങ്ങൾക്കും എന്തുണ്ട്, 3ലേക്കും 10ലേക്കും കാൽ ദൃഷ്ടി, 1/4. അതുപോലെ ത്രികോണം എന്ന് പറഞ്ഞാൽ അറിയാലോ, 5, 9 അരദൃഷ്ടിയുണ്ട്. 5, 9ലേക്ക് എന്തുണ്ട്, അരദൃഷ്ടിയുണ്ട്. ചതുരശ്രം, ലഗ്നാ ചതുർത്ഥനെ ചതുരശ്രം നിങ്ങൾ പഠിച്ചില്ല ഓർമ്മിച്ചോ. 4, 8ലേക്ക് എത്രയുണ്ട്, മുക്കാൽ ദൃഷ്ടിയുണ്ട്. 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ഈ ഭാവത്തിന്റെ പേരിൽ ഓർമ്മ വേണേ, എന്നാലേ വട്ടി ഓടുവേ. ഹോരാദയ സ്ഥലകുടുംബ സൗഹൃദ ബന്ധുവിൽ ഓർമ്മ വേണം. കൽപ്പസ്വ വിക്രമ ഗൃഹാതിൽ ഓർമ്മയുണ്ടെങ്കിൽ എന്തായി, എളുപ്പം കഴിഞ്ഞു. 3ലേക്കും 10ലേക്കും ഗ്രഹം നിൽക്കുന്ന രാശിന്ന് 3ലേക്കും 10ലേക്കും എന്തായി, 3ലേക്കും 10ലേക്കും ഫുൾ ദൃഷ്ടിയുണ്ട്. സോറി, കാൽ ദൃഷ്ടിയുണ്ട്. ത്രികോണം 5ലേക്കും 9ലേക്കും അരദൃഷ്ടിയുണ്ട്. 4ലേക്ക് 8ലേക്ക് മുക്കാൽ ദൃഷ്ടിയുണ്ട്. 7ലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. 7ലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. നമുക്കത് ശരിക്കും അറിയാലോ. സൂര്യന്റെ 7ലെ ചന്ദ്രൻ, അന്നല്ലേ പൗർണമി വരുന്നത്.
ഇതൊരു കോമൺ തിയറിയാണ്. സൂര്യന്റെ 7 ചന്ദ്രബിംബാന്നുള്ള പൗർണമി വരുന്നത്. അപ്പൊ സൂര്യന്റെ കിരണങ്ങൾ മുഴുവൻ എത്തി ചന്ദ്രബിംബത്തിലേക്ക് എത്തി. അതുപോലെ 7 തവണ എന്തായി? 7 തവണ പൂർണ്ണ ദൃഷ്ടി. 7 തവണ പൂർണ്ണ ദൃഷ്ടി. അപ്പോ 3ലേക്കും 10ലേക്കും ശരിക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. നോട്ട് ചെയ്യണം. 3ലേക്കും 10ലേക്കും എല്ലാ ഗ്രഹങ്ങളും കാലുണ്ടെങ്കിലും ശരിക്കുന്നുണ്ട്, ഫുൾ ദൃഷ്ടിയുണ്ട്. ഫുൾ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 4ലേക്കും 8ലേക്കും ചൊവ്വക്ക് രവിജ അമരേഡ്യ 5ലും 9ലേക്കും വ്യാഴത്തിന് ഫുൾ ദൃഷ്ടിയുണ്ട്. 5ലും 9ലേക്കും വ്യാഴത്തിന് ഫുൾ ദൃഷ്ടിയുണ്ട്. 4ലേക്കും 8ലേക്കും ചൊവ്വക്ക് ഫുൾ ദൃഷ്ടിയുണ്ട്, സമ്പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പൊ ഇവിടെ സാമാന്യ ദൃഷ്ടി, വിശേഷ ദൃഷ്ടി 2 കാര്യങ്ങൾ പറഞ്ഞു. സാമാന്യ ദൃഷ്ടി 3, 10 കാൽ ദൃഷ്ടി, 5, 9 അര ദൃഷ്ടി, 4, 8 മുക്കാൽ ദൃഷ്ടി, 7 സമ്പൂർണ്ണ ദൃഷ്ടി. അല്ലേ? അത്തരത്തിലുള്ള ദൃഷ്ടികളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത് ഈ ശ്ലോകം പറയുന്ന അർത്ഥം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ? 3ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ സഹോദര ഭാവവും 10ാം ഭാവവും ജോലിയുടെ ഭാവമാണ്. അല്ലെ? 3 നമ്മളെ സഹോദര ഭാവമാണല്ലോ. 10 എന്താ? ജോലിയാണ്. അത് നമുക്ക് തന്നെ കാൽ ദൃഷ്ടിയല്ലേ ഉള്ളൂ. അല്ലെ? ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ നിൽക്കിയത്. പിന്നെയാണ് ജോലിയിലും സഹോദര ഭാവമൊക്കെ നമുക്ക് തന്നെ എത്രയേ ഉള്ളൂ? കാൽ ദൃഷ്ടിയല്ലേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയുന്ന അത് കണക്കൂട്ടി നോക്കാൻ ഗ്രഹങ്ങൾക്കൊന്നല്ല, എല്ലാവർക്കും അത്രയേ ഉള്ളൂ. സഹോദര ഭാവത്തിലേക്കും ജോലിയിലേക്കും എന്തായി? കാൽ ദൃഷ്ടിയേ ഉള്ളൂ. 5, 9 ആകുമ്പോഴത്തായി കുറച്ചായി. സന്താനം അതുപോലെ തന്നെ ഭാഗ്യം എന്നെല്ലാം പറയുമ്പോ എന്തായി? പ്രാരദൃഷ്ടി വന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ട ലെവലിലെത്തി. അപ്പൊ ആയുസ്സും ഇല്ലല്ലാവുമ്പോഴേക്കും എന്തായി? ജീവിതത്തിൽ എത്ര EMI കെട്ടിട്ടാലും ഒരു ഇല്ല എടുക്കാം. അതെ, ആയുസ് അതിലേക്ക് മുക്കാൽ ദൃഷ്ടിയുണ്ട്. ഇല്ലേ? ആഗ്രഹങ്ങൾ പിന്നെ ഭാര്യ അതിന്റെ ഫുൾ ദൃഷ്ടിയുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയില്ലേ. 7ലേക്ക് എന്തുണ്ട്? ഫുൾ ദൃഷ്ടിയുണ്ട്. 4, 8 മുക്കാല്, 5, 9 അര, 3, 10 കാല്. നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെ ഗ്രഹങ്ങൾക്കുള്ള. ത്രിദശ ത്രികോണ ചതുരശ്ര സപ്തമാനി അവലോകയന്തി ചരണാഭിവൃദ്ധിത. ഇനി നിങ്ങൾ ഒരു ലഗ്നം ആക്കിയിട്ട് ഗ്രഹസ്ഥയാക്കിയിട്ട് എത്രാമത്തെ ഭാവാധിപൻ ഏതേത് ഭാവങ്ങളിലേക്ക് നിൽക്കുന്നു എന്നും ഏതേത് ഭാവാധിപന്മാര് ഏതേത് ഭാവാധിപത്യം വഹിച്ചിട്ട് ഏതേത് ഭാവങ്ങളിൽ നിന്നിട്ട് ഏതേത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. എന്നാ നിങ്ങൾ ജാതകം നോക്കാൻ പഠിക്കാനായി. ജാതകം ഇപ്പം ജാതകം നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടാലത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജാതകം അതെ, ജാതകം നോക്കിയിട്ട് കാര്യമില്ല. ജാതകം നോക്കാൻ എന്താ? ഒരു ലഗ്നം, ആ ലഗ്നാധിപൻ ഏത് ഭാവാധിപത്യവും കൂടി വഹിച്ചിട്ട് എവിടെ നിന്നിട്ട് ഏതേത് ഭാവത്തിലേക്കൊക്കെ നോക്കുന്നു. ഒരു ഉദാഹരണം ഇന്നത്തെ ഇതന്നെ ഗ്രഹസ്ഥ്യം എടുക്കാം. കടവലഗ്നം, കടവലഗ്നത്തില് വ്യാഴമുണ്ട്. കടവലഗ്നത്തില് വ്യാഴമുണ്ട്. ശനി എവിടെയുണ്ട്? ശനി ഇന്ന് കുംഭത്തിലുണ്ട്. അതായത് ദിവസം ഗ്രഹസ്ഥ്യം ഓർമ്മിക്കണേ, ശനി കുംഭത്തിലുണ്ട്. അപ്പൊ ശനിക്ക് ഏതെങ്കിലും ഭാവാധിപത്യം ഉണ്ട്? കടവലഗ്നത്തിൽ 9, 10 ഭാവാധിപനായിരിക്കുന്ന ഗ്രഹം 10ൽ നിന്നുകൊണ്ട് കുംഭം 10ആണല്ലോ, ഇടവത്തിന്റെ 10ലേക്ക് 10ൽ നിന്നുകൊണ്ട് ഇടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 12ലേക്കും കുംഭത്തിന് ചിങ്ങത്തിലേക്ക് ദൃഷ്ടി വരില്ലേ? അല്ലേ? 7ലേക്ക് സമ്പൂർണ്ണ ദൃഷ്ടി ഉണ്ടല്ലോ, ചിങ്ങത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അപ്പൊ അതായത് ലഗ്നത്തിന്റെ എത്രാം ഭാവമാണ്? ഇടവത്തിന്റെ 4ലേക്കും അതുപോലെ തന്നെ ഇടത്തേക്ക് ദൃഷ്ടിയുണ്ട്, 10ലേക്ക് ദൃഷ്ടിയുണ്ട്. കുംഭത്തിന്റെ 10 ഏതാ? വൃശ്ചികം. വൃശ്ചികം എന്ന് പറഞ്ഞാൽ എന്താ? 7ാം ഭാവം. വൃശ്ചികം അപ്പൊ എന്തായി? 9, 10 ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ലഗ്നത്തിന്റെ 7ലേക്കും 4ലേക്കും 12ലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പഠിക്കണം. അത്ര ദൂരം പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് എന്താവുള്ളൂ. അത് ഗ്രഹസ്ഥി കണ്ടോടനെ തലക്ക് പോകണം. ഗ്രഹസ്ഥി കണ്ടോടനെ തലക്ക് പോകാനുള്ള സ്പീഡ് ഞാൻ വിചാരിച്ച ആക്കിയെടുക്കാനാവില്ല. ഞാൻ വിചാരിച്ച എനക്കാക്കി എടുക്കാനാവും, നിങ്ങൾക്കാക്കി എടുക്കാനാവും. നിങ്ങൾ തന്നെ ആക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അതിന് വേറെ വഴിയില്ല. അത് സ്വയം ചെയ്യേണ്ടതാവുന്നു. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദൃഷ്ടിയും കൂടി പഠിച്ച സ്ഥിതിക്ക് ഒരു സ്വയം ഒരു എന്താ പറയണ്ട ഒരു ഗ്രഹസ്ഥ ഉണ്ടാക്കി എന്ത് ചെയ്യണം? ആദ്യം നമ്പർ 1 ആദ്യം ഭാവങ്ങൾ പഠിക്കുക. 1ാം ഭാവത്തിൽ 2ല് ഗ്രഹങ്ങൾ നിൽക്കുന്നതെല്ലാം പഠിക്കുക. ഏതേത് ഭാവത്തിൽ ഏതേത് ഭാവാധിപന്മാർ നിൽക്കുന്നതെന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ടോ ഏതേതൊക്കെ ഭാവാധിപന്മാർക്ക് ഏതേതൊക്കെ ഭാവാധിപത്യം ഉണ്ട് എന്ന് പഠിക്കുക. ഏതേതൊക്കെ ഭാവാധിപന്മാർ ഏതേത് ഭാവാധിപത്യം വെച്ച് ഏതേത് ഭാവത്തിലേക്ക് ദൃഷ്ടി എന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നവാംശവും എല്ലാം വരുന്നുണ്ട്. കുറച്ച് സമയമാവും. അത് എളുപ്പമല്ല, ലേശം സമയമാവും. അങ്ങനെ എളുപ്പമാവില്ലല്ലോ. അതിന് ജ്യോതിഷം എന്നല്ല അതിന്റെ പേര്. ഇതിട്ട് കുറച്ച് ടഫാണ്. ഇനിയുള്ളതെല്ലാം എന്തായി? ഇനി നിങ്ങൾ സ്വയം നേരാക്കിട. അത് നേരാക്കിയെടുത്താൽ രക്ഷപ്പെട്ടു. അത് നേരാക്കാൻ പറ്റാണ്ടത് പിന്നെ എണ്ണിക്കൊണ്ടിരിക്കാം. അല്ലെ? അത് ചോദിച്ചു ഓരോ ജാതകം കാണും പുതുതായി തോന്നിക്കൊണ്ടിരിക്കും. അതാണ് എന്റെ വിഷമം. ജാതകം കണ്ടാൽ നിങ്ങൾക്ക് തോന്നണം, ആ ജാതകം കണ്ടോണ്ട ഗ്രഹസ്ഥിട്ട് പകപ്പാക്കിയാൽ ലഗ്നം
ഏഴാം ഭാവ അന്ന് ഏതാ ഉദ്ദേശിച്ച ആ ഭാവാധിപൻ എവിടെയുണ്ട്, രക്താധിപൻ എവിടെയുണ്ട്, രക്താധിപൻ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്, ഏതേതൊക്കെ ഭാവാധിപന്മാരുടെ ദൃഷ്ടിയുണ്ട്, നിങ്ങൾ മുമ്പേ പഠിച്ചിരിക്കുന്നത്. ഹോരാസ്വാമി ഗുരു, അന്നേരം ഞാനത് പറഞ്ഞതാ. ഹോരാസ്വാമി ഗുരുറ്റ വീക്ഷതയുതാ നാണ്യസ്യ വീര്യോത്കട. ഈ പറയുന്ന ഹോര എന്ന് പറയുന്ന സാധനം എന്താ? ലഗ്നം എന്നർത്ഥം. അപ്പോ ഒന്നാം ഭാവം ഒരു ലഗ്നാണ്, രണ്ടാം ഭാവം ലഗ്നം എന്നതിന്റെ പേര്. മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ നാലാം ഭാവത്തിനെ കുറിച്ച് നോക്കണമെങ്കിൽ എന്ത് വേണം? സ്വാമി നാലാം ഭാവാധിപന്റെ ദൃഷ്ടിയുണ്ടോ, ഗുരു വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ടോ, ബുധന്റെ ദൃഷ്ടിയുണ്ടോ, വീക്ഷിതയുതാ ഹോര. അതെ, ശുക്രൻ ഞാൻ തന്നെ പറഞ്ഞു. ശുക്രനാര് പറഞ്ഞില്ല, എന്താണെന്നൊക്കെ അറിയില്ല. വരാഹം വരുന്നത് നമ്മൾ ഒരേ സെറ്റാന്ന് പറഞ്ഞു. ശുക്രനുണ്ടെന്ന് ദേഷ്യം ഉണ്ടായിട്ട്, അതുകൊണ്ട് ശുക്രനാരും വേണ്ടിയില്ല. ആട്ടെ, ഏതായാലും വ്യാഴത്തിന്റെ ദൃഷ്ടി, ഭാവാധിപന്റെ ദൃഷ്ടി, ബുധന്റെ ദൃഷ്ടിയൊക്കെ വേണമെന്ന് മുമ്പേയൊക്കെ പഠിച്ചതാണ്. അപ്പൊ ദൃഷ്ടി എന്താണ് ആരോ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ഇതുപോലെ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ ദൃഷ്ടി വരുവാന്ന്. പക്ഷെ എന്നാലും ഇപ്പൊ അതെന്തായി, ഒരു പ്രമാണ രൂപത്തിൽ തന്നെയായി. ത്രിദശ ത്രികോണ ചതുരശ്ര സപ്തമാൻ അവലോകയന്തി ചരണാഭിവൃദ്ധിത രവിജാമരേട്ടി രുചിരാഹ. രവിജൻ ശനി, രവീര സന്തതി, രവിജൻ ത്രിദശ ത്രികോണ ഗുരു അമരേട്യ, അമരേട്ടി തന്നെ ഗുരു, ത്രികോണ ചതുരശ്ര രുധിരൻ ചൊവ്വൊക്കെ 4ലേക്ക് 8ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് ദൃഷ്ടിയുണ്ട്. ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും 3, 10, 4, 5, 9, അര, 4, 8, 3/4, 7ലേക്ക് പൂർണ്ണ ദൃഷ്ടി. ശനിക്കും ചൊവ്വക്കും വ്യാഴത്തിന് എന്താ വിശേഷം? ശനിക്ക് 3ലേക്കും 10ലേക്കും പൂർണ്ണ ദൃഷ്ടി, 4ലേക്കും 5ലേക്കും 9ലേക്കും വ്യാഴത്തിന് പൂർണ്ണ ദൃഷ്ടി, 4ലേക്ക് 8ലേക്കും ചൊവ്വക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ഇനി ചൊവ്വാദോഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ 4, 8 ദൃഷ്ടി കൊണ്ടാകാൻ വരുന്നത്. ധനവേജ പാതാളെ ജാമ്യത്തിന് വേറെ പ്രമാണങ്ങൾ വരുമ്പോൾ എന്ത് വേണം? ഇത്തരത്തിലുള്ള സമന്വയിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവണം എന്നർത്ഥം. ത്രിദശ ത്രികോണ ചതുരശ്ര സപ്തമാൻ നവലോകയന്തി ചരണാഭിവൃദ്ധിത രവിജാമരേട്ടി രുധിരാഹ യേ ക്രമശോ ഭവന്തി കില വീക്ഷണേ അധികാഹ. ഇനി അടുത്ത ശ്ലോകം അയനക്ഷണ വാസനാർത്ഥോ എന്നുള്ളതാണ്. അതന്നെ, അത് അടുത്ത ആഴ്ച എടുക്കാം. അടുത്ത ആഴ്ച നോക്കട്ടെ, മൊബൈലിൽ അടുത്ത് പറ്റുമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാവാം. എന്തെന്നാൽ അടുത്ത 15-ാം തീയതി ഇത് 15 വരെ 15-ാം തീയതി അമ്പലത്തിൽ സപ്താഹം പറ്റും. നോക്കട്ടെ, ഞാൻ പറ്റുമോ നോക്കട്ടെ. ഈ മൊബൈലിന്റെ ഇതുപോലെ നെറ്റ്വർക്കിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഈ ഋതുക്കള് 6 ഋതുക്കളും നമ്മുടെ സാഹിത്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതേ 6 ഋതുക്കൾ തന്നെ. അല്ല, അതിലൊക്കെ രണ്ടെണ്ണം 2 ഋതുക്കൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞേ. അതെ, അത് അറിയുന്നില്ല. ഹേമന്തം ശരത്തിൽ നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ അത് നമ്മുടെ സാഹിത്യങ്ങളിലുണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് സാഹിത്യങ്ങളിൽ, ഇഷ്ടം പോലെ. അത് അറിഞ്ഞത് കൊണ്ടല്ലേ അവരത് എഴുതിയത്. അത്രയ്ക്കേ അറിയുന്നുള്ളൂ. അങ്ങനെ പൂ പൂക്കുന്നില്ലേ? പൂ പൂക്കുന്ന വസന്തകാലം നമ്മൾ അറിയുന്നില്ലേ?